ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി തയ്യാറായി അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തി, പഠനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മൾ. ഈ ക്യാമ്പിൽ ഇതുവരെ നടന്ന വ്യത്യസ്തമായ സെഷനുകളിലൂടെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. ശിഹാബുദ്ദീൻ ഇബ്നു ഹംസ സാഹിബിൻ്റെ സംസാരത്തിൽ ഹജ്ജിൻ്റെ കർമ്മശാസ്ത്രത്തിൻ്റെ അതിൻ്റെ ഫിഖ്ഹിയായ തലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് സംക്ഷിപ്തമായി നമ്മുടെ മുമ്പിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്നാലും സ്വാഭാവികമായും നമ്മുടെ മുമ്പിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല സംശയങ്ങളും സ്വാഭാവികമായും കടന്നു വരാൻ സാധ്യതയുണ്ട്. ഹജ്ജിനെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നത് വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, ഹജ്ജും ഉംറയും അതിൻ്റെ എല്ലാ പെർഫെക്ഷനോടും കൂടി നിങ്ങൾ നിർവഹിക്കണം, അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി നിർവഹിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഒരു തവണ മാത്രം നിർബന്ധമായും നിർവഹിക്കേണ്ട ഇബാദത്താണ് ഹജ്ജും ഉംറയും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പെർഫെക്ഷനോടുകൂടി നിർവഹിക്കുക. പലപ്പോഴും ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വന്ന ആളുകൾ രണ്ടാമത് ഒന്നുകൂടി പോകണമെന്ന ആവശ്യം ഉന്നയിക്കാറുണ്ട്. അപ്പം എന്തിനാ നിങ്ങൾ രണ്ടാമത് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പറയാറുള്ള മറുപടി, ഒന്നാമത് ചെയ്തപ്പോൾ അത്രയുടെ ശരിയായിട്ടില്ല, ഒന്നാമത് ചെയ്തപ്പോൾ തവാഫ് 7 പകരം 8 ചെയ്തോ, സഅയ് വേണ്ട പോലെ ആയില്ലേ, അതല്ലെങ്കിൽ മുസ്ദലിഫയിൽ പോയപ്പോൾ അതിൻ്റെ രാപ്പാർക്കലിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലേ, ജംറയിൽ കല്ലെറിയുന്ന സമയത്ത് കല്ല് 7 പകരം 8 എറിഞ്ഞു അല്ലെങ്കിൽ 6 പോയോ, ഇങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങൾ സ്വാഭാവികമായും പിന്നീട് രണ്ടാമതൊരു ഹജ്ജും ഉംറയും ചെയ്യണമെന്ന തോന്നലിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ കുറിച്ചും ഉംറയെക്കുറിച്ചും പറയുമ്പോൾ നിങ്ങളതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കണം. ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം നിങ്ങൾ അതിനെക്കുറിച്ച് നല്ല ക്ലാരിറ്റിയോടുകൂടിയാണ് ഹജ്ജിനും ഉംറക്കും പോകേണ്ടത്, അതിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്. ആ അർത്ഥത്തിൽ നമ്മുടെ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഇതുവരെ സൂചിപ്പിച്ചു കഴിഞ്ഞത്. പക്ഷെ സ്വാഭാവികമായും ഇനിയും നമ്മുടെ മനസ്സിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉംറയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സംശയങ്ങളും അതേപോലെ തന്നെ നമ്മുടെ വ്യക്തത വരുത്തേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങളും അതിനുള്ള സാമാന്യം ഇവിടെ ഉള്ള പാനലിലുള്ള ആളുകൾക്ക് പറയാൻ പറ്റുന്ന മറുപടികളുമാണ് ഇവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. തീർച്ചയായും നമ്മുടെ ഈ ഹജ്ജ് കർമ്മം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നതിന് ഈ ഒരു പാനൽ ഡിസ്കഷൻ കൂടി വലിയ സഹായകമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അബ്ദുൽ വാഹിദ് നദ്വി സാഹിബ് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ പറയും. കേരളത്തിൽ നിന്നും ഹജ്ജിന് പോകുന്നവർ സ്വന്തം ഉംറ നിർവഹിച്ച ശേഷം മറ്റൊരു ഉംറയ്ക്ക് ഇഹ്റാം കെട്ടുന്നതിന് ഏതൊക്കെ സ്ഥലങ്ങളാണ് അനുയോജ്യം? ആയിഷ മസ്ജിദ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ മറ്റേതെങ്കിലും മസ്ജിദുകളിൽ പോയി ഇഹ്റാം കെട്ടാമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഉംറക്കോ ഹജ്ജിനോ ഉള്ള യാത്ര ഒരാൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാൾ നിശ്ചയിക്കപ്പെട്ട മീഖാത്ത് കടന്നു പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ മീഖാത്തിൽ വെച്ച് അല്ലെങ്കിൽ അതിനു മുമ്പ് ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കണം. അങ്ങനെ മീഖാത്തിൽ വെച്ച് അയാൾ ഇഹ്റാമിൽ പ്രവേശിക്കുക, അയാൾ ആദ്യമായി നിർവഹിക്കുന്ന കർമ്മം ഏതാണോ അതിനാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഹജ്ജ് യാത്ര പുറപ്പെടുമ്പോൾ ആദ്യമായി മക്കയിലെത്തി ഒരു ഉംറ നിർവഹിക്കുക എന്നതായിരിക്കും നമ്മുടെയൊക്കെ നിയ്യത്ത്. അപ്പോൾ ഉംറക്കുള്ള നിയ്യത്ത് വെച്ചുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് മക്കയിലെത്തുകയും അവിടെ വെച്ച് ആദ്യത്തെ ഒരു ഉംറ നിർവഹിക്കുകയുമാണ് ചെയ്യുക.
അതിനുശേഷം ആ ഉംറയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഇഹ്റാമിൽ നിന്ന് നമ്മൾ ഒഴിവായതിന് ശേഷം ബാക്കി ഹജ്ജ് വരെയുള്ള ദിവസങ്ങൾ നമ്മൾ മക്കയിൽ സാധാരണക്കാരെ പോലെ എന്ന് പറഞ്ഞാൽ ഇഹ്റാമിലല്ലാതെ, ഇഹ്റാമിൽ ബാധകമായ നിയമങ്ങളൊന്നും ബാധകമല്ലാതെ നമ്മൾ മക്കയിൽ താമസിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം പിന്നീട് ദുൽഹജ്ജ് 8 അന്നാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുക. അപ്പോൾ ഹജ്ജിനുള്ള ഇഹ്റാം നമ്മൾ മക്കയിൽ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ച് ഇഹ്റാമിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി അവിടെ വെച്ച് ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പ്രഖ്യാപിച്ച് ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കുകയാണ് ചെയ്യുക. ഇവിടെ വന്ന ചോദ്യം, ഇതിൻ്റെ ഇടയിൽ ആദ്യം നിർവഹിച്ച ഒരു ഉംറയും പിന്നെ നിർവഹിച്ച ഒരു ഹജ്ജും ഉണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഉംറ നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ അയാൾ എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ്. അപ്പം അതിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത സ്വഹാബികളുടെയോ മാതൃകയിൽ യഥാർത്ഥത്തിൽ ഒരു യാത്രയിൽ ഒരു ഉംറയും ഒരു ഹജ്ജും എന്നതിനേക്കാൾ കൂടുതൽ ചെയ്തതിന് മാതൃകയില്ല. ഇതാണ് അസ്ല്. അപ്പം നമ്മൾ വലിയ റിസ്ക് എടുത്ത്, പ്രത്യേകിച്ചും നമ്മുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെയൊക്കെ ബാധിക്കുന്ന വിധത്തിൽ ആരോഗ്യപരമായി ആകെ ക്ഷീണിക്കുന്നൊക്കെ ഒരവസ്ഥയിൽ ഒരുപാട് ഉംറകൾ ചെയ്യുക എന്നതിന് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. കാരണം അങ്ങനെയൊരു മാതൃക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതോ സഹാബികളുടേതോ ആയിട്ട് ഇല്ല. ആകെ കൂടിയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായും അവസാനമായും ജീവിതത്തിൽ നടത്തിയ ഒരേ ഒരു ഹജ്ജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ നബിയുടെ പത്നിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. അവര് എല്ലാവരും മക്കയിലെത്തി ഇഹ്റാമിൽ പ്രവേശിച്ച് മദീനയിൽ നിന്ന് പുറപ്പെട്ട് മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് മക്കയിലെത്തിയ സമയത്ത് അവർ അശുദ്ധിയിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് എല്ലാവരെയും പോലെ ആദ്യത്തെ ഉംറ നിർവഹിക്കാൻ പറ്റിയില്ല. പിന്നീട് അവർ ആ ഇഹ്റാമിലായിരിക്കെ ഉംറ ചെയ്യാതെ നേരെ ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്, ശുദ്ധിയാകാത്തത് കൊണ്ട്. അങ്ങനെ അവർ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്തു പൂർത്തിയാക്കി. ഹജ്ജ് കർമ്മങ്ങളൊക്കെ ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ അവർക്ക് മനസ്സിൽ ഒരു പ്രയാസവും വിഷമവും ഉണ്ടായി. എല്ലാവരും ഹജ്ജിന് വന്ന എല്ലാ സ്ത്രീകളും ആദ്യം ഒരു ഉംറയും പിന്നെ ഒരു ഹജ്ജും ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. ഞാൻ മാത്രം ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, എനിക്ക് ഉംറ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല എന്ന പരാതി പറഞ്ഞപ്പോൾ അവർക്ക് ആശ്വാസത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സഹോദരനായ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ആയിഷ ബീവിയെ കൊണ്ടുപോയി ഇഹ്റാം ചെയ്യിപ്പിച്ച് ഉംറ ചെയ്യിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കൂടെ പോയ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ പോലും രണ്ടാമത്തെ ഒരു ഉംറ ചെയ്തിട്ടില്ല. അദ്ദേഹം ആയിഷ ബീവിയുടെ കൂടെ പോവുകയും അവരെ കൊണ്ട് ഇഹ്റാം കെട്ടിച്ച് അവർ ചെയ്യാത്തൊരു ഉംറ ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഹജ്ജിന് ശേഷം രണ്ടാമത് ഉംറ ചെയ്തു എന്നുള്ളത് വെച്ചിട്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ ഹജ്ജിനായി മക്കയിലെത്തുന്ന ആളുകൾക്ക് ആദ്യത്തെ ഒരു ഉംറ നിർവഹിച്ചതിന് ശേഷം പിന്നീട് സമയമൊക്കെ ഉണ്ടെങ്കിൽ അവരുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ പ്രത്യേകിച്ചും നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ഹജ്ജ് യാത്ര എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ആകെ കൂടി കിട്ടുന്ന ഒരവസരമായിരിക്കും. അപ്പോൾ രണ്ടാമതൊരു ഉംറ കൂടി ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഉംറ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഉംറ ചെയ്യുന്നത് പണ്ഡിതന്മാരിൽ ചിലർ അനുവദിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ അനുവാദമുണ്ട്. പക്ഷേ അത് വലിയ പുണ്യകരമായൊരു കാര്യമാണ് എന്ന് കരുതി, ദീനിൽ മാതൃകയുള്ള ഒരു കാര്യമാണ് എന്ന് കരുതി റിസ്ക് എടുത്ത് ചെയ്യേണ്ടതല്ല. അപ്പം അങ്ങനെ രണ്ടാമത് ചെയ്യണമെങ്കിൽ, അപ്പം നമ്മൾ പറഞ്ഞു എന്ത്, ഇവിടുന്ന് ആദ്യമായിട്ട് പോകുമ്പോൾ മീഖാത്തിൽ വെച്ചാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ മക്കയിലെത്തിയതിനു ശേഷം ഹജ്ജിന് നമ്മൾ ഇഹ്റാം കെട്ടുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ മീഖാത്തിൽ പോകേണ്ടതില്ല. മക്കയിൽ എവിടെയാണോ നമ്മൾ താമസിക്കുന്നത് അവിടെ വെച്ചാണ് ഹജ്ജിനുള്ള ഇഹ്റാമിൽ നമ്മൾ പ്രവേശിക്കുക.
അതേ സമയത്ത് മക്കയിൽ എത്തിയ ഒരാൾ, ഒരു ഉംറ നിർവഹിച്ചയാൾ രണ്ടാമതൊരു ഉംറ കൂടി അയാൾക്ക് നിർവഹിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അയാൾ താമസ സ്ഥലത്ത് വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ശരിയാവുകയില്ല. എന്നാൽ അയാൾ മീഖാത്തിലേക്ക് പോയി അവിടെ നിന്ന് ഇഹ്റാം കെട്ടി വരേണ്ടതുമില്ല. അങ്ങനെയുള്ള ആളുകൾ ഹറമിൻ്റെ പരിധികളിൽ ഏതെങ്കിലും ഒരു പരിധിക്ക് പുറത്തു പോയിട്ട് അവിടെ വെച്ച് ഇഹ്റാം കെട്ടിയാണ് വരേണ്ടത്. അപ്പോൾ ഹറമിൻ്റെ പരിധി എന്ന് പറയുന്നത് മീഖാത്തല്ല. മീഖാത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ മീഖാത്തുകളൊക്കെയും ഹറമിൽ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് 70-80 കിലോമീറ്റർ ദൂരെയാണ്. അതേ സമയത്ത് ഹറമിൻ്റെ പരിധി എന്ന് പറയുന്നത് ഹറമിൻ്റെ 4 ഭാഗത്തേക്കും വ്യത്യസ്ത ദൂരങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും കുറഞ്ഞ ദൂരമുള്ള സ്ഥലത്തിൻ്റെ പേരാണ് തൻഈം എന്ന് പറയുന്ന സ്ഥലം. ആയിഷ ബീവി അന്ന് ചെയ്ത ഉംറയ്ക്ക് വേണ്ടി സഹോദരൻ അവരെ അവിടേക്കാണ് കൊണ്ടുപോയത്. അത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച് വന്നിട്ട് ഉംറ ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളത് ജിദ്ദയുടെ ഭാഗത്തേക്ക് ഏതാണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു 14 കിലോമീറ്ററിലധികം ദൂരത്ത് ഉള്ള ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. അവിടെ പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചു കൊണ്ടുവന്നും ഉംറ നിർവഹിക്കാവുന്നതാണ്. പിന്നെ ഒരു ഭാഗത്തെ പരിധി എന്ന് പറയുന്നത് ജഅറാന എന്ന് പറയുന്ന സ്ഥലമാണ്. അത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഏതാണ്ട് 24 കിലോമീറ്റർ ദൂരമാണ്. നാലാമത്തെ ഒരു ഭാഗത്തും ഏതാണ്ട് 20 കിലോമീറ്ററിനടുത്ത് ദൂരമുള്ള ഒരു പരിധിയാണുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് തൻഈമിൽ അഥവാ ആയിഷ പള്ളിയിൽ പോയി ഉംറയ്ക്ക് ഇഹ്റാം കെട്ടുന്നത് എന്ന് ചോദിച്ചാൽ, ഹറമിൻ്റെ പരിധിക്ക് പുറത്തു പോയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടേണ്ടത്. അങ്ങനെ സൗകര്യപ്രദമായി ഉപയോഗിക്കുന്ന ഹറമിൽ നിന്ന് ഏറ്റവും ദൂരം കുറവുള്ള പരിധിയാണ് തൻഈം എന്ന് പറയുന്ന ഇപ്പോൾ മസ്ജിദ് ആയിഷയുള്ള ആ സ്ഥലം. അപ്പോൾ അവിടെ പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? രണ്ടാമത്തെ ഉംറയോ മൂന്നാമത്തെ ഉംറയോ ഒക്കെ ചെയ്യാൻ അനുവാദമുണ്ട്. അതുകൊണ്ട് അതേസമയത്ത് ഹാജിമാർ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ എന്തോ വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് കരുതി ഉംറകൾ ധാരാളമായിട്ട് വർദ്ധിച്ച് മേനി പറയാൻ വേണ്ടി ഞാൻ ഇത്ര ഉംറ ചെയ്തു എന്ന് മേനി പറയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയാൽ അത് പ്രവാചക മാതൃകയിൽ ഇല്ലാത്തതാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണെങ്കിലും. രണ്ടാമത്തത് ഹജ്ജ് ആകുമ്പോഴേക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതിയൊക്കെ കൊളാപ്സ് ആവുന്നത് ശ്രദ്ധിക്കണം. ഹജ്ജിന് നമുക്ക് ദീർഘമായ വളരെ ശ്രമകരമായ ശാരീരികാധ്വാനമുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ളതാണ്. അപ്പോഴേക്ക് നമ്മൾ ശാരീരികമായി ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് എന്ന് പറഞ്ഞാൽ നബി മാതൃക കാണിച്ചിട്ടില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി പിന്നെ നമ്മൾ അധ്വാനം ചെലവഴിച്ച് നമ്മുടെ ആരോഗ്യം ക്ഷീണിക്കുന്നത് ശ്രദ്ധിക്കണം. അതിലേറെ മസ്ജിദുൽ ഹറാമിൽ തന്നെ കഴിയുകയും ആരോഗ്യമുള്ളവർ അവിടെ തവാഫുകൾ വർദ്ധിക്കുകയും അവിടെ എഴുത്തിക്കാഫ് വർദ്ധിക്കുകയും മറ്റ് ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും ഒക്കെ പിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് കൂടുതൽ ഉചിതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കല്ലെറിയുന്ന ജംറകളെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കാമോ എന്നാണ് എൻ്റെ ക്ലാസ്. പറഞ്ഞിരുന്നു, ഞാൻ ഒന്നുകൂടി പറയാം. 3 ജംറകളാണ് ഉള്ളത്. ആ 3 ജംറകളിൽ ദുൽഹജ്ജ് 10 രാവിലെ നമ്മൾ ജംറത്തുൽ കുബ്ര അല്ലെങ്കിൽ ജംറത്തുൽ അഖബ എന്നറിയപ്പെടുന്ന മുസ്ദലിഫയുടെ ഭാഗത്ത് നിന്ന് മിനയിലേക്ക് എത്തിച്ചേരുമ്പോൾ 3ാമത്തെ ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ കുബ്ര, അങ്ങനെ 3 ജംറകളിൽ 3ാമത്തെ ജംറയിലാണ് ആദ്യ ദിവസം 7 കല്ലുകൾ, ഓരോ കല്ല് വീതം 7 കല്ലുകൾ എറിയുന്നത്. 10-ാം തീയതി. 11-ാം തീയതി ദുൽഹജ്ജ് 11-ന് നമ്മൾ ഈ 3 ജംറകളിലും ഓരോ ജംറകളിൽ 7 കല്ല് വീതം എറിയുകയാണ് ചെയ്യുക. ആദ്യത്തെ ജംറയിൽ 7, അതിനുശേഷം അടുത്ത നടുവിലുള്ളതിൽ 7, പിന്നെ അവസാനത്തേതിൽ 7. 12-നും അത് ആവർത്തിക്കും, 13-നും അത് ആവർത്തിക്കും. 12-ന് ഏറ് കഴിഞ്ഞിട്ട്
പോകുന്നവർക്ക് മിന വിട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ അവർ 13-ൻ്റെ ഏറ് അന്ന് എറിഞ്ഞു പോകുമെന്നും വേണ്ടതില്ല. അവർ 12-ൻ്റെ ഏറ് തന്നെ എറിഞ്ഞാൽ മതിയാകും. അതേസമയം സന്ധ്യക്ക് മുമ്പ് മിന വിട്ട് പോകുന്നില്ലെങ്കിൽ പിന്നെ അവർ 13-ൻ്റെ ഏറും കൂടി എറിഞ്ഞതിന് ശേഷമേ പോകാൻ പാടുള്ളൂ. ഇതാണ് ജംറയുമായി ബന്ധപ്പെട്ട കാര്യം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ചോദ്യം കൂടി ഞാൻ വായിക്കാം. മദീനയിൽ പോകുമ്പോൾ സ്ത്രീകൾ വെള്ള വസ്ത്രമാണോ ധരിക്കേണ്ടത് എന്നാണ്. അങ്ങനെ പ്രത്യേകിച്ച് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ മദീനയിൽ പോകുമ്പോൾ അങ്ങനെ നിബന്ധനകളൊന്നുമില്ല. ചില ആളുകൾ ചോദിക്കാറുണ്ട് നമസ്കാരക്കുപ്പായം ധരിച്ചിട്ട് പോകണമെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. സാധാരണ പോലെയുള്ള വസ്ത്രം ധരിച്ച് പോകാം. പിന്നെ മദീനയിലേക്കാണ് പോകുന്നത് എന്നതുകൊണ്ട്, ഇഹ്റാമിലും അല്ല പോകുന്നത് എന്നതുകൊണ്ട് ഒട്ടുമേ തന്നെ പ്രത്യേക നിബന്ധനകളൊന്നുമില്ല. സാധാരണ ഒരു സ്ത്രീ ഹിജാബ് നിയമം അനുസരിച്ച് എങ്ങനെയാണോ വസ്ത്രം ധരിക്കുക, മുഖവും മുൻകൈ ഒഴികെ ബാക്കിയെല്ലാം മറക്കൽ നിർബന്ധമാണ് എന്ന നിലയിൽ പുറത്തിറങ്ങുമ്പോൾ സ്ത്രീകൾ സാധാരണ ഇപ്പോഴൊക്കെ നിങ്ങൾ ധരിച്ചതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുകയാണ് വേണ്ടത്. സംസം വെള്ളം അമുസ്ലിമുകൾക്ക് കൊടുക്കാമോ എന്നാണ്. സംസം പവിത്രതയേറിയ വെള്ളമാണ്. സംസം കുടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ പ്രത്യേകതകളുണ്ട്. പ്രത്യേക ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ വെള്ളത്തെ ആദരിക്കുന്ന, അതിനെ ബഹുമാനിക്കുന്ന, അത് എവിടെ നിന്നോ എടുത്ത ഒരു സാധാരണ വെള്ളമായി കരുതാത്ത ആർക്കും അത് നൽകുന്നതിനൊരു വിരോധവും ഇല്ല. സ്ത്രീകൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ധരിക്കുന്ന വസ്ത്രം തന്നെയാണോ ഇഹ്റാമിന് ഉപയോഗിക്കേണ്ടത്? ഇഹ്റാമിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറയണ്ടായി, സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിൽ പാലിക്കേണ്ട കാര്യം മുഖവും മുൻകൈയും മറക്കാൻ പാടില്ല എന്നതാണ്. അപ്പോൾ സാധാരണ ധരിക്കുന്ന പർദ്ദയോ ചുരിദാറോ ലൂസായിട്ടുള്ള സാധാരണ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ഏത് വസ്ത്രം ധരിക്കുമോ ആ വസ്ത്രം തന്നെ ധരിക്കാവുന്നതാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ ഉള്ള നിയ്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സമാനമായ ഒരു ചോദ്യം കൂടിയുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന ഹജ്ജിൻ്റെ രൂപം എന്താണ്? കർമ്മങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? സമീർ സാഹിബ്. മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ രണ്ട് സ്വഭാവത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് പകര ഹജ്ജ് ചെയ്യുക. ഒന്നുകിൽ ഈ ആൾ മരിച്ച ആൾക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടിയായിരിക്കും. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി അയാൾക്ക് ശാരീരികമായി അയാൾക്ക് ഹജ്ജ് യാത്ര നടത്താനും പിന്നെ അങ്ങനെ പോവാനും കഴിയില്ല, അയാൾക്ക് ആരോഗ്യം തിരിച്ചു കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത ആൾക്ക് വേണ്ടി മാത്രമേ പകരം ഹജ്ജ് ചെയ്യാൻ അനുവാദമുള്ളൂ, ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ. അതേസമയത്ത് ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന സാമ്പത്തിക ശേഷിയുള്ള ഹജ്ജ് നിർബന്ധമായ ഒരാൾ തനിക്ക് പകരം ഹജ്ജ് ചെയ്യാൻ വേറൊരാളെ ഏൽപ്പിച്ച് ക്യാഷ് കൊടുത്ത് വിട്ടാൽ അത് ശരിയാവുകയില്ല. അപ്പോൾ അതാണ് ജീവിച്ചിരിക്കുന്ന, അത് മാതാപിതാക്കളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും. പിന്നെ മിക്കവാറും ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അതല്ലാത്ത ആളുകൾക്കോ വേണ്ടിയോ ഹജ്ജ് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഒന്നാമത്തെ കാര്യം, പകരം ഹജ്ജ് ചെയ്യുന്നത് ആരാണോ അയാൾ നിർബന്ധമായും തനിക്ക് നിർബന്ധമായ ഹജ്ജ് നിർവഹിച്ച ആളായിരിക്കണം. മുമ്പ് ഹജ്ജ് ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ അനുവാദമില്ല. അതിപ്പോൾ ഉപ്പാക്ക് വേണ്ടിയുള്ള ഹജ്ജാണെങ്കിൽ പോലും ഉപ്പ മരിച്ചതിന് ശേഷം മകൻ അല്ലെങ്കിൽ മകൾ ഉപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷേ മകൻ സ്വന്തം നേരത്തെ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾ ഹജ്ജ് ചെയ്താൽ ശരിയാവുകയില്ല, പകരം ഹജ്ജ് ചെയ്താൽ ശരിയാവുകയില്ല എന്നതുമാണ് അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. പിന്നെയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ അതിൻ്റെ നിയ്യത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മാതാപിതാക്കൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നതിൻ്റെ, പ്രത്യേകിച്ചും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നതിൻ്റെ നിയമം എന്താണ്, വിധി എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരാൾ ജീവിതകാലത്ത് അയാൾക്ക് ഹജ്ജ് നിർബന്ധമാവുകയും പക്ഷേ സന്ദർഭവശാൽ
ചിലപ്പോൾ അലംഭാവം കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ട്, ന്യായമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് അയാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിർബന്ധ ബാധ്യതയായ ഹജ്ജ് നിർവഹിക്കുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായും അയാൾക്ക് പകരം ഹജ്ജ് ചെയ്യൽ മക്കളുടെ ബാധ്യതയാണ്. അത് അയാൾ വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും. വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മരിച്ച ആളുടെ അനന്തര സ്വത്തിൽ നിന്ന് ആദ്യം ഹജ്ജിനുള്ള പൈസ എടുത്ത് വെക്കണം. എന്നിട്ട് മക്കളിൽ ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പോയി ഹജ്ജ് ചെയ്യണം. ഇനി അവർ നേരത്തെ ഹജ്ജ് ചെയ്യാത്തവരാണെങ്കിൽ ഹജ്ജ് ചെയ്ത മറ്റ് അന്യനായ ഒരാളെ ആണെങ്കിലും അയാളുടെ ചെലവുകൾ മുഴുവൻ വഹിച്ച് വാപ്പാക്ക് വേണ്ടി അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യിപ്പിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അതൊരു കടം വീട്ടലാണ്. വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ, വസിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിലും അനന്തര സ്വത്തിൽ നിന്ന് ആദ്യം ഹജ്ജിനുള്ള പണം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള അതേ അനന്തര സ്വത്തായി അനന്തരാവകാശികളിൽ വീതിക്കാൻ പാടുള്ളൂ എന്നതാണ് നിയമം. ഇനി അങ്ങനെ ഒരാൾ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ഹജ്ജിന് പോകുന്ന മകൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ഹജ്ജിന് പോകുന്ന ഒരാൾ, അവരെങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത് എന്നതാണ്. ഒന്നാമത്തെ കാര്യം, നിയ്യത്ത് എന്ന് പറയുന്നത് മനസ്സുകൊണ്ട്, കൽബ് കൊണ്ട് നടക്കേണ്ടുന്ന കാര്യമാണ്. നിയ്യത്ത് എന്ന് പറയുന്നത് ഏത് കർമ്മമാണെങ്കിലും നിയ്യത്ത് മനസ്സിലുള്ള ഉദ്ദേശമാണ്. അപ്പോൾ ഒരാൾക്ക് പകരമാണ് ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ മനസ്സിൽ എന്തായാലും എന്തുണ്ട്, ഈ ഹജ്ജ് എനിക്ക് വേണ്ടിയല്ല, ഇതെൻ്റെ വാപ്പാക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഉമ്മാക്ക് വേണ്ടിയാണ് എന്നത് അയാളുടെ മനസ്സിലുണ്ട്. അത് തന്നെയാണ് നിയ്യത്ത്. അയാൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് സാധാരണ ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് പോലെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി. പക്ഷേ അയാൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറ അല്ലെങ്കിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ എന്തുണ്ട്, ഇത് എനിക്ക് വേണ്ടിയല്ല, ഇത് ഉപ്പാക്ക് വേണ്ടിയുള്ള ഹജ്ജാണ്, അല്ലെങ്കിൽ ഇന്നയാൾക്ക് വേണ്ടിയുള്ള ഹജ്ജാണ് എന്നുണ്ട്. അതാണ് അതിൻ്റെ നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്തിൽ അത്ര മതി. ഇനി നിർബന്ധമായിട്ട് ഒരാൾക്ക് ഹജ്ജിൻ്റെ നിയ്യത്തിൻ്റെ പ്രത്യേകത മറ്റ് ആരാധനാകർമ്മങ്ങളുടെ നിയ്യത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹജ്ജിൻ്റെ നിയ്യത്ത് നാവ് കൊണ്ട് വെളിവാക്കി പ്രഖ്യാപിക്കണം. ബാക്കിയുള്ളതൊന്നും നാവ് കൊണ്ട് പറയൽ നിർബന്ധമില്ല. അതേസമയത്ത് ഹജ്ജിൻ്റെ ഇതിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറ എന്ന് നമ്മൾ എന്ത് ചെയ്യും, പറയും ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറയും. ഇനി അതിൻ്റെ കൂടെ ആ നിയ്യത്ത് പറയുന്നതും ആർക്ക് വേണ്ടിയാണോ ഹജ്ജ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി ആക്കണമെങ്കിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറതൻ അൻ അബി എന്ന് പറയുക, എൻ്റെ ഉപ്പാക്ക് പകരമായി, അല്ലെങ്കിൽ അൻ ഉമ്മി, എൻ്റെ ഉമ്മാക്ക് പകരമായി, അല്ലെങ്കിൽ അൻ ആളുടെ പേര് പറഞ്ഞിട്ട് ഇയാൾക്ക് വേണ്ടി എന്ന് ആ നിയ്യത്തിൽ ചേർത്താൽ മതി. അറബിയിൽ അങ്ങനെ പറയാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമ്മുടെ മനസ്സിൽ ആർക്ക് വേണ്ടിയാണോ ഹജ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നത് അത് മനസ്സിലുണ്ടാവുകയും സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. ഇനി ഈ നിയ്യത്ത് എന്ന് പറയുന്നത് തുടക്കത്തിൽ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ മതി. അതല്ലാതെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും തവാഫ് തുടങ്ങുമ്പോൾ ഈ തവാഫ് എൻ്റെ ഉപ്പാക്ക് വേണ്ടി, സഅയ് ചെയ്യുമ്പോൾ അതിൻ്റെ തുടക്കം അങ്ങനെ നിയ്യത്ത് വെക്കേണ്ടതില്ല. ഓരോ കർമ്മങ്ങൾക്കും വേറെ വേറെ നിയ്യത്ത് വെക്കേണ്ടതില്ല. പകരം ഹജ്ജ് ചെയ്യുന്ന ആൾ തുടക്കത്തിൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് വെക്കുന്ന നിയ്യത്തിൽ ഇത് ഉപ്പാക്ക് വേണ്ടിയുള്ള അതാണ് അല്ലെങ്കിൽ ഇത് ഉമ്മാക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനീളം പിന്നീട് അത് തന്നെ മതി. പിന്നെ അയാൾ സ്വന്തത്തിന് ഹജ്ജ് ചെയ്യുന്നത് പോലെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അങ്ങനെ ചെയ്ത് പൂർത്തിയാക്കുകയാണ് ചെയ്യുക. ഇഹ്റാം ഡ്രസ്സ് ധരിക്കുന്നതിനെ കുറിച്ചിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്യാമോ എന്നാണ്. അപ്പോൾ വീഡിയോ പ്ലേ ചെയ്യണ്ട, ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ശ്രദ്ധിക്കേട്ടോ. നമ്മൾ പറഞ്ഞു ഒരു മുണ്ട് ഉടുക്കുക, ഒരു മുണ്ട് പുതുക്കുക. പ്രത്യേകിച്ച് ഇതിന് നിയമങ്ങളൊന്നുമില്ല. ഒരു മുണ്ട് ഉടുക്കണം, ഒരു മുണ്ട് പുതുക്കണം, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പം അതിൻ്റെ രീതി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ മുണ്ടുടുത്ത് പരിചയമില്ലാത്ത ആളുകൾക്ക്, പാൻസ് മാത്രം ധരിച്ച് പരിചയമുള്ള ആളുകൾക്ക് ഒരു ബേജാറുണ്ടാവും, ഇത് അഴിഞ്ഞു പോവോ, ഇതെങ്ങനെയാണ് ഇത് ഹജ്ജ് കഴിയുന്നവരെ നിലനിർത്തുക എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച്. അപ്പോൾ അതിനുള്ള ഒരു കൈക്രിയ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്.
സാധാരണ പോലെ തന്നെ മുണ്ട് ഇങ്ങനെ എടുക്കുക. സാധാരണ നമ്മൾ മുണ്ട് എടുക്കുമ്പോൾ നെരിയാണിക്ക് മേലെ മുണ്ട് വരുന്ന രീതിയിലാണ് ആദ്യം തന്നെ ഉടുക്കാൻ നേരത്ത് വെക്കുക. ഇതതിന് പകരം എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് താഴെ, നെരിയാണിക്ക് താഴെ മുണ്ട് വരുന്ന രീതിയിൽ വെക്കുക. അതിനാന്ന് ഉടുത്തു വരുമ്പോൾ മനസ്സിലാവും. പിന്നെ കുറച്ച് നിലത്ത് കഴിഞ്ഞോട്ടെ. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ചുരുട്ടുക. ഏതുവരെ ചുരുട്ടാന്ന് വെച്ചാൽ നമുക്ക് നെരിയാണീൻ്റെ മേലെ വസ്ത്രമാകുന്നത് വരെ മേലോട്ട് ചുരുട്ടാൻ പറ്റും. ഓക്കെ, ഇത്ര പണിയാണല്ലോ. ഇങ്ങനെ എടുത്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗം എത്ര പിടിച്ചു വലിച്ചാലും ഇത് ഊരിപ്പോരൂല. ഈ മുണ്ട് വലിയ ശക്തി ഉപയോഗിച്ചാൽ കീറിപ്പോവാന്നല്ലാതെ ഇത് അഴിഞ്ഞു പോവില്ല, താനേ അഴിയില്ല. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാല് നീട്ടി വെച്ചും ഒക്കെ നടക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഹിക്മത്താണ്. അപ്പോൾ നമ്മൾ ഇഹ്റാമിലായിരിക്കെ തന്നെ എവിടെയെങ്കിലും ഇരിക്കുകയോ പള്ളിയിലോ എവിടെയെങ്കിലും കിടക്കുകയോ ഒക്കെ ചെയ്താൽ മുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അഴിഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല. പിന്നെ മുണ്ടുടുത്ത് നടക്കുന്ന ആളുകളെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് അഴിച്ചിട്ട് കെട്ടിക്കൊണ്ടിരിക്കും. എവിടെ ചെന്നാലും ഇതിനങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മൾ ഇഹ്റാം ചെയ്ത സമയത്ത് കൊടുത്താൽ വേണമെങ്കിൽ തെഹലുലാകണ നേരത്ത് പിന്നെ അത് നോക്കേണ്ടതുള്ളൂ. അവരെ ആ സാധനം അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതേ സംഗതി തന്നെയാണ് നമ്മൾ പുതയ്ക്കണ സമയത്ത് ശ്രദ്ധിക്കുക. സാധാരണ പിന്നെ നമ്മൾ മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ ഒരു മേൽമുണ്ട് തോളിലൂടെ ഇട്ടാൽ മതി. അത് കൈ പുറത്ത് കാണിക്കേണ്ട പ്രശ്നം ഇല്ല. പുറത്ത് കാണിക്കുന്ന ഇൽത്തിബാ എന്ന് പറയുന്നത് നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ തവാഫിന് വേണ്ടി മത്താഫിലേക്ക് ഇറങ്ങുമ്പോൾ ചെയ്താൽ മതി. അതിൽ ആ വീഡിയോയിൽ കാണിച്ചത് ഈ ഭാഗം ഇവിടെ തിരികെ വെക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ എപ്പോഴും അഴിഞ്ഞ് കളിക്കില്ല. അവിടെ നിന്നോളൂ, ഇത്രേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ തവാഫ് തുടങ്ങാൻ നേരത്ത് ഇതേ മുണ്ടഴിച്ച് ഈ വലത് കൈ പുറത്ത് കാണുന്ന രീതിയിൽ ചെയ്താൽ മതി. ഇതാണ് ആ ഒരു രീതി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കൈ വന്നിക്ക് ക്ലിയർ ആണ്. ഓക്കെ, ഇൻഷാ അല്ലാ. ഒരു ചോദ്യമുള്ളത്, ഹറമിൽ വെച്ച് രക്തം ചിന്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് വേളയിൽ ഖുർആൻ പാരായണത്തിനിടയിൽ ഒരു പ്രാണിയെ തട്ടിക്കളഞ്ഞപ്പോൾ അത് ചത്ത് രക്തം കയ്യിൽ പറ്റുകയുണ്ടായി. അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതാണ്. അപ്പോൾ ഹറമിൽ ജീവികളെ ഒന്നും കൊല്ലാൻ പാടില്ല എന്ന നിയമമുണ്ട് ഹറമിൻ്റെ പരിധിയിൽ. അത് ഇഹ്റാമിലായിരിക്കുകയും അല്ലാത്ത സമയത്തും. എന്നാൽ അതിൽ നിന്ന് ഉപദ്രവകരമായ പ്രാണികൾ, ഉപദ്രവകരമായ ജീവികൾ ആ നിയമത്തിൽ നിന്ന് ഒഴിവാണ്. നമ്മളെ ഉപദ്രവിക്കുന്ന ജീവികൾ ആണ്. കൊതുക് കടിച്ചാൽ കൊതുകിനെ കൊല്ലാം, പ്രശ്നമൊന്നുമില്ല. ഒരു ഈച്ച ഇങ്ങനെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ കൊല്ലാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഉപദ്രവം ചെയ്യുന്നതിനെ കൊല്ലാം, ഉപദ്രവം ചെയ്യാത്തതിനെ കൊല്ലരുത്. കൊതുക് ഉപദ്രവം ചെയ്തു, ഒരു കൊതുക് ഉപദ്രവം ചെയ്തു എന്ന് കരുതിയിട്ട് ഖുർആനൊക്കെ അവിടെ മടക്കി വെച്ചിട്ട് കാണുന്ന കൊതുകുകളെയൊക്കെ പിന്നാലെ കൂടി കൊല്ലാൻ നടക്കുകയും ചെയ്യരുത്. അപ്പോൾ അത്യാവശ്യമാണെങ്കിൽ എന്തു ചെയ്യാം, അങ്ങനെ ഒരു കൊതുകിനെ കൊല്ലേണ്ടി വന്നു, എന്നിട്ട് കുറച്ച് രക്തം ഒക്കെ ആയി എന്ന് വന്നാൽ പോയിട്ട് ആ രക്തം കഴുകി കളയണം എന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഹറമിൽ എന്തെങ്കിലും നിയമലംഘനം നടത്തിയതിൻ്റെ പ്രശ്നമൊന്നും അല്ലെങ്കിൽ ഹറാമ് ചെയ്തതിൻ്റെ പ്രശ്നമൊന്നും അതില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ
5 ജീവികൾ അത് ഹറമിലും ഹറമിന് പുറത്തും അതിനെ കൊല്ലാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉപദ്രവകരമായ 5 ജീവികളെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. കൊതുകും ഈച്ചയും കൂറയും പിന്നെ തേളും പാമ്പും ആണ് അങ്ങനെ റസൂൽ എണ്ണി പറഞ്ഞ 5 ജീവികൾ. ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ ദുൽഹജ്ജ് 9 കർമ്മങ്ങളെക്കുറിച്ച് ഒന്നുകൂടി പറയാൻ പറഞ്ഞിരുന്നു. ഞാൻ ഉച്ചശേഷം പറയാമെന്ന് പറഞ്ഞതായിരുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ 9-ാം തീയതിയാണ് അറഫ ദിനം എന്ന് പറയുന്നത്. യൗമു അറഫ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അറഫ അതിർത്തിക്കകത്ത് നമ്മൾ ആ സമയത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് ഹജ്ജ് ലഭിക്കുകയില്ല. അവിടെ എന്തെങ്കിലും ഒരു കാര്യം ചൊല്ലൽ നിർബന്ധമില്ല, നമ്മുടെ സാന്നിധ്യമാണ് അവിടെ ഉണ്ടാകേണ്ടത്. അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കുകയോ നടക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യാം. അറഫക്ക് ആ പരിധിക്കകത്ത് നമ്മൾ ഉണ്ടാകണം എന്നതാണ്. അതിൽ തന്നെ ഉച്ച മുതൽ, അതായത് ലൊഹറും അസറും ജമ്മും കസറുമായിട്ടാണ് നമ്മളവിടെ നമസ്കരിക്കേണ്ടത്. ആ ജമ്മും കസറുമായി നമസ്കരിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ധാരാളമായിട്ട് ദുആ ചെയ്യുക എന്നതാണ്. അത് മഗ്രിബോളം നിലനിൽക്കും. മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് രാവിൽ നിന്ന് ഒരല്പം കൂടി നമുക്ക് കിട്ടും അറഫയിൽ എന്നതാണ്. മഗ്രിബ് കൊടുത്തു കഴിഞ്ഞാൽ, മഗ്രിബ് വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ അവിടെ നിന്ന് അതിന് ശേഷം പുറപ്പെടുന്നു എന്നതുകൊണ്ട് ഈ പകലിനെയും രാവിലെയും അവിടെ നമുക്ക് ഒന്നിപ്പിക്കാൻ കഴിയും അറഫയിൽ തന്നെ. അപ്പോൾ മഗ്രിബ് ബാങ്ക് വിളിച്ചതിന് ശേഷം നമ്മൾ മുസ്തലിഫയിലേക്ക് നീങ്ങുകയാണ് വേണ്ടത്. അപ്പോൾ അറഫയിൽ വെച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. തക്ബീർ ചൊല്ലാം, തൽബിയത്ത് ചൊല്ലാം, അതേപോലെ തന്നെ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിച്ച് ചൊല്ലാം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന പ്രാർത്ഥന ചൊല്ലാം. നമുക്കറിയാവുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് ചോദിക്കാനുള്ളതെല്ലാം ചോദിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് 9-ാം തീയതി നമുക്ക് അവിടെ വെച്ച് ചെയ്യാനുള്ളത്. നമസ്കാരത്തിൻ്റെ കാര്യം ലോഹറും അസ്റും ജമ്മും ഗസറായിട്ട് നിസ്കരിക്കുക. പിന്നെ മഗ്രിബ് ഇശാവും നമസ്കരിക്കേണ്ടത് മുസ്തലിഫയിൽ ചെന്നതിന് ശേഷമാണ് ഇൻഷാ അല്ലാഹ്. ഒരേ സ്വഭാവത്തിലുള്ള 2 ചോദ്യങ്ങളുണ്ട്. സമീർ സാഹിബാണ്. ഈ നവംബറിൽ ഞാൻ ഉംറ നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ ഇനി ഉംറയ്ക്ക് വേണ്ടി നിയത്ത് ചെയ്ത് ഉംറ നിർവഹിക്കാൻ പറ്റുമോ? സമാന സ്വഭാവത്തിലുള്ളൊരു ചോദ്യം കൂടി. മുമ്പ് സ്വന്തമായി ഉംറ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹജ്ജിന് പോകുമ്പോൾ ആദ്യം ചെയ്യുന്ന ഉംറ ഉമ്മയ്ക്ക് വേണ്ടി നിയത്ത് ചെയ്ത് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നവംബറിൽ ഉംറ ചെയ്ത ആൾക്ക് ഇപ്പോൾ ഹജ്ജ് യാത്രയിൽ വീണ്ടും ഉംറ ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. ഉംറ ചെയ്യുകയാണ് ചെയ്യേണ്ടത്, കാരണം അതൊരു അവസരമാണ്. അതേ സമയത്ത് ഒരാൾക്ക് ഉംറ ചെയ്യേണ്ടതില്ല, ഉംറ ഓൾറെഡി ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞു, ഹജ്ജ് മാത്രം ചെയ്താൽ മതി എന്ന് ഒരാൾ തീരുമാനിച്ചാൽ അങ്ങനെ ആവാം. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ഹജ്ജിന് പോകുമ്പോൾ അത് വളരെ റിസ്ക്കാണ്. കാരണം നമ്മളപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ച് അല്ലെങ്കിൽ മീഖാത്തിൽ വെച്ച് നമ്മൾ ഇഹ്റാം കെട്ടുന്നത് ഹജ്ജിനുള്ള ഇഹ്റാം ആയിരിക്കണം. ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത് വരെ നമ്മൾ ഇഹ്റാമിൽ തന്നെ തുടരണം. അപ്പോൾ അത്രയും സമയം ഹജ്ജിൽ പാലിക്കേണ്ടുന്ന നിയമങ്ങളൊക്കെ പാലിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. പുരുഷന്മാരാണെങ്കിൽ പ്രത്യേകിച്ചും ഇഹ്റാം ഡ്രസ്സിൽ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ വളരെ കുറഞ്ഞ ദിവസം, ഹജ്ജിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടുന്ന് പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നേരെ ഹജ്ജിനുള്ള ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് മാത്രം ചെയ്ത്, അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹജ്ജിന് ശേഷം നിർവഹിക്കുന്ന രീതിയൊക്കെ സ്വീകരിക്കാവുന്നതാണ്. അതേ സമയത്ത് ഹജ്ജ് ദിവസങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് കുറേ നേരത്തെയൊക്കെ പോകുന്ന ആളുകൾക്ക് ഇവിടുന്ന് മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച്, ഉംറക്കുള്ള ഇഹ്റാമിൽ പ്രവേശിച്ച് പോയി ഉംറ കർമ്മം ചെയ്ത് അതിൽ നിന്ന് തഹല്ലുലായി ബാക്കിയുള്ള ദിവസം ഒരു സാധാരണ ജീവിതം മക്കയിൽ നയിച്ച് പിന്നീട് ദുൽഹജ്ജ് 8 ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് കർമ്മം ചെയ്യുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയതും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് അങ്ങനെയാണ് കർമ്മം ചെയ്യാൻ പറഞ്ഞതും. പിന്നെ അതിൽ ചോദിച്ച മറ്റൊരു ചോദ്യം, നേരത്തെ ഉംറ നിർവഹിച്ച ഒരാൾക്ക് ഈ യാത്രയുള്ള ഉംറ ഉമ്മാക്കോ ഉപ്പാക്കോ വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാം, അതിന് തടസ്സം ഒന്നും ഇല്ല. ഉമ്മാൻ്റെ പേരിൽ അങ്ങനെ ആ ഉംറ അങ്ങനെ ആക്കുന്നതിന്
തടസ്സമൊന്നും ഇല്ല. അതിന് അനുവാദം നൽകിയ പണ്ഡിതന്മാരുണ്ട്. അതേസമയത്ത് ചില പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പറ്റൂല, തമത്തു ആയി ചെയ്യുകയാണെങ്കിൽ ആ ഉംറയും ഹജ്ജും ഒരാൾക്ക് വേണ്ടി ആവണം എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അതിൽ വസ്വാസം ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കാവുന്ന നിലപാട് എന്താ വെച്ചാൽ ആ ഉംറ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മാക്കോ ഉപ്പാക്കോ ഒരു ഉംറ എന്തല്ല, നിർബന്ധമല്ല എന്തായാലും. അപ്പോൾ നമ്മൾ ഉംറ നമുക്ക് വേണ്ടി തന്നെയുള്ള നിയ്യത്തിൽ ചെയ്യുകയും ആ ഉംറയിലെ പ്രാർത്ഥനകളിൽ ധാരാളമായി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അവരുടെ പരലോക വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ധാരാളമായി ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് കൂടുതൽ നല്ലത്. ആ രീതി സ്വീകരിക്കുന്നതാണ് നല്ലത്. തവാഫിനിടയിൽ വുളു നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നാണ്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, തവാഫ് ശുദ്ധിയോടുകൂടി ചെയ്യേണ്ടുന്ന കാര്യമാണ്. വലിയ അശുദ്ധി ഉണ്ടാവാൻ പാടില്ല, ചെറിയ അശുദ്ധിയും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അശുദ്ധി നീക്കി ശുദ്ധമായതിനു ശേഷം ആണ് തവാഫ് നിർവഹിക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാൾ തവാഫ് ചെയ്യുന്നതിനിടയിൽ വുളു നഷ്ടമായി എന്ന് വിചാരിക്കുക. വുളു നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ പഠിച്ച കൂട്ടത്തിൽ ഒരു പക്ഷേ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ വുളു മുറിയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിരക്കേറിയ മതാഫിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പലരെയും നമ്മൾ അറിയാതെ തൊട്ടുപോയേക്കാം, ചിലപ്പോൾ തിരക്കിൽ അമർന്നു പോയേക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ വുളു മുറിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ദുഷ്ചിന്തകളോട് കൂടിയിട്ട് മറ്റെന്തെങ്കിലും ലൈംഗിക വികാരത്തോട് കൂടിയിട്ടൊക്കെ സ്പർശിച്ചാലാണ് വുളു മുറിയുക. അല്ലാത്ത നിലയിൽ വുളു മുറിയുകയില്ല എന്നത് നമ്മൾ സ്വീകരിക്കുക. ഇനി അതല്ലാത്ത വല്ല കാരണത്താലും വുളു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ എത്തിയത് അവിടെ നിന്ന് നിർത്തി നേരെ പുറത്തു പോയിട്ട് വുളു ചെയ്ത് വരണം. ഇപ്പോൾ വുളു ചെയ്യാൻ ഹറം പള്ളിക്കകത്ത് തന്നെ സൗകര്യങ്ങളുണ്ട്. ടോയ്ലറ്റ്, മൂത്രപ്പുര സൗകര്യങ്ങളാണ് അകത്തില്ലാത്തത്, പുറത്തു പോകണം. അതേസമയം വുളു ചെയ്യാൻ മാത്രം ആണെങ്കിൽ പള്ളിക്ക് പുറത്തു പോകാതെ തന്നെയുള്ള സൗകര്യങ്ങൾ അകത്ത് ലഭ്യമാണ്. അവിടെ പോവുക, വുളു ചെയ്ത് തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോൾ നമ്മൾ വീണ്ടും ഹജറുൽ അസ്വദിൻ്റെ നേരെ വന്ന് അവിടെ നിന്ന് ആണ് തവാഫ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ രണ്ടാമത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ തുടരുമ്പോൾ നമ്മൾ എത്ര വൃത്തമാണോ പൂർത്തിയാക്കിയത് അതിന് ശേഷം ഉള്ള എണ്ണമാണ് നമ്മൾ തവാഫ് നിർവഹിക്കേണ്ടത്. ഇപ്പോൾ 3 ചുറ്റിയതിന് ശേഷം നമ്മൾ 4ാമത്തെ ചുറ്റിങ്ങനെ പോയി ഒരു പാതിയായപ്പോഴാണ് വുളു നഷ്ടപ്പെട്ടതെങ്കിൽ ആ 3 എണ്ണമാണല്ലോ പൂർത്തീകരിച്ചത്. ആ 3 എണ്ണത്തിൽ കൂട്ടുക. പിന്നെ 4 എണ്ണം കൂടി ചെയ്യേണ്ടി വരും 7 ആകണമെങ്കിൽ. അപ്പോൾ എത്ര ചുറ്റാണോ പൂർത്തിയാക്കിയത് അത് ആ എണ്ണം കണക്കാക്കുകയും ബാക്കി ഈ വുളു ചെയ്ത് വന്നതിന് ശേഷം തുടരുകയും ചെയ്താൽ മതി. ആദ്യം മുതലേ തുടങ്ങേണ്ടതായി ഇല്ല എന്നതാണ്. ഇതേ ചോദ്യത്തിൽ തന്നെ ഉള്ളൊന്ന്, കാല് വയ്യാത്ത ഒരാൾക്ക് തവാഫിലും സഅയിലും ചെരുപ്പ് ധരിക്കാമോ എന്നാണ്. തവാഫിലും സഅയിലും ചെരുപ്പ് ധരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇഹ്റാമിലുള്ള പുരുഷന്മാരെ സംബന്ധിച്ചായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇഹ്റാമിലുള്ള പുരുഷന്മാർക്കാണ് ഷൂ ധരിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് കാല് മുഴുവനായി മൂടും വിധമുള്ള ചെരുപ്പും ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെരുപ്പ് ധരിക്കുന്നതിന് പ്രയാസമല്ല. പള്ളീൻ്റെ പുറമേ ഉള്ള അഴുക്കും കാര്യങ്ങളുമായിട്ട് ചെരുപ്പ് പള്ളിയിൽ കയറ്റാതിരിക്കുക പള്ളിയോടുള്ളൊരു അദബ് എന്ന നിലക്ക് മാത്രമാണ്. അതല്ലാതെ ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കുന്നതിനും വിരോധമില്ല, ചെരുപ്പ് ധരിച്ച് തവാഫ് ചെയ്യുന്നതിന് വിരോധമില്ല, ചെരുപ്പ് ധരിച്ച് സഅയ് ചെയ്യുന്നതിന് വിരോധമില്ല. അതൊരു പ്രായശ്ചിത്തം ചെയ്യേണ്ടുന്ന ഒരു കാര്യം അല്ല. പക്ഷെ ചെരുപ്പ് ധരിക്കുമ്പോൾ മുഹ്രിമാണെങ്കിൽ, ഇഹ്റാമിലുള്ള അവസ്ഥയിലാണെങ്കിൽ പുരുഷന്മാർ അവർ കാല് മുഴുവനായി മൂടും വിധമുള്ള ഷൂ പോലെയുള്ളത് ധരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. മുട്ടുവേദന, കാലുവേദന, നടുവേദന എന്നീ പ്രയാസങ്ങളുള്ളവർ ബെൽറ്റ്, സപ്പോർട്ട് മുതലായവ ഉപയോഗിക്കാമോ? പുരുഷന്മാരുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. അപ്പോൾ അതിൽ പുരുഷന്മാർക്ക് ഇഹ്റാമിൽ വിലക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്നുള്ളത്.
അപ്പോൾ തുന്നിയ വസ്ത്രങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സ്റ്റിച്ചിങ് ഉള്ള എന്തെങ്കിലും വസ്ത്രങ്ങളോ അല്ലാത്തതോ അല്ല. ശരീരത്തിൻ്റെ ആകൃതിയിൽ തുന്നിയ വസ്ത്രങ്ങൾ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇഹ്റാം തുണി വക്കടിച്ചതുകൊണ്ട് അത് ഇഹ്റാമിൽ വിലക്കപ്പെടുകയില്ല. മനസ്സിലായോ? ഇപ്പോൾ അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും നമുക്ക്. ഇഹ്റാം തുണി വക്കടിക്കേണ്ടി വന്നിട്ടുണ്ട്, വക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ അത് സ്റ്റിച്ചിങ് എന്നതല്ല പ്രശ്നം. ശരീരത്തിൻ്റെ ആകൃതിയിലുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. മുഖം മറക്കാൻ പാടില്ല എന്നതല്ല നിയമം. മുൻകൈ മറക്കാൻ പാടില്ല എന്നുള്ളതല്ല നിയമം. മുഖവും മുൻകൈയും മറക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം ഉപയോഗിക്കരുത് എന്നാണ്. അതേസമയത്ത് ഒരു സ്ത്രീക്ക് താൻ ഉട്ട മക്കനെ ഉപയോഗിച്ച് അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖം മറച്ചു പിടിക്കുന്നതിന് വിലക്കൊന്നുമില്ല. എന്തെങ്കിലും കാരണവശാൽ ഉള്ള ഷാളിൻ്റെ അകത്തേക്ക് മുൻകൈ മറച്ചു വെക്കുന്നതിനും വിലക്കില്ല. അത് രണ്ടിനും ഉപയോഗിക്കുന്ന വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വിലക്കുള്ളത് തുന്നിയ ശരീരത്തിൻ്റെ ആകൃതിയിൽ തുന്നിയ വസ്ത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ബെൽറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിന് തടസ്സമല്ല. ഈവൻ മുട്ടുവേദനയുള്ള ആൾ ബാൻഡേജ് കെട്ടുന്നത് പോലും ഇഹ്റാമിൽ വിലക്കപ്പെട്ട കാര്യമല്ല. ഇനി വേറെ ഒരു കേസ് അതിനോട് അനുബന്ധമായി ചേർത്ത് പറയുന്നത്, ഇനി ചില ആളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അയാൾ തുന്നിയ വസ്ത്രം തന്നെ ഉപയോഗിക്കേണ്ടുന്ന നിർബന്ധിതാവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് ഒരാൾ എന്തെങ്കിലും ഒരു സർജറി കഴിഞ്ഞ ആൾ, ഹെർണിയക്ക് സർജറി കഴിഞ്ഞ ഒരാൾ, അയാൾക്ക് അടിവസ്ത്രം ഉപയോഗിക്കൽ നിർബന്ധമാണ്, അവ ഉപയോഗിക്കാതെ കഴിയില്ല എന്ന സാഹചര്യം ഉണ്ട് എന്ന് വെക്കുക. അപ്പോൾ അയാൾ എന്താണ് ചെയ്യുക? അപ്പോൾ അയാൾക്കാണെങ്കിൽ അടിവസ്ത്രം ഉപയോഗിക്കാൻ പറ്റില്ല, അനുവാദമില്ല ഒരു പുരുഷന്. അതേസമയത്ത് ഇങ്ങനത്തെ ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അയാൾക്ക് അടിവസ്ത്രം ഉപയോഗിക്കാം. അപ്പം അയാൾ ഇഹ്റാമിൽ വിലക്കപ്പെട്ട ഒരു കാര്യം ന്യായമായ കാരണം ഉള്ളതുകൊണ്ട് തന്നെ അയാൾ ചെയ്യേണ്ടി വന്നു എന്ന് വരും. അപ്പം അതിനയാൾ ഫിദിയ നൽകിയാൽ മതി. അതിനുള്ള ഫിദിയ എന്ന് പറയുന്നത് അയാൾ ഒന്നുകിൽ 3 ദിവസം നോമ്പ് നോൽക്കുകയോ, അല്ലെങ്കിൽ 6 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയോ, അല്ലെങ്കിൽ ഒരാടിനെ മക്കയിൽ ബലിയെറുത്ത് അതിൻ്റെ മാംസം മക്കയിലുള്ള ഫുക്കറാക്കൾക്കിടയിൽ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യും. ഇതിൽ അയാൾക്ക് സൗകര്യപ്പെട്ടത് ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചാൽ മതി. അപ്പോൾ അതാണ്. അപ്പോൾ ചിലർക്ക് അങ്ങനത്തെ അനിവാര്യതകളുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ വിലക്കപ്പെട്ടത് ന്യായമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് അത് ലംഘിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും, രോഗിയായതുകൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഒക്കെ. ഇപ്പോൾ ഖുർആനിൽ തന്നെ ഇഹ്റാമിലായിരിക്കെ നിങ്ങൾ തല മുണ്ടനം ചെയ്യരുത്, മുടി നീക്കം ചെയ്യരുത് എന്ന് പറഞ്ഞത് അതേ സമയത്ത് ഒരാൾ രോഗിയാവുകയോ അയാൾക്ക് തലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഇഹ്റാമിലായിരിക്കെ തന്നെ അയാൾക്ക് തലമുടി വടിച്ചു കളയാം. അതിന് പകരം അയാൾ ഈ പറഞ്ഞതുപോലെ ഫിദിയ നൽകുകയാണ് ചെയ്യേണ്ടത്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കൂടുതൽ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മമാണല്ലോ കല്ലെറിയൽ. അതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കാമോ? അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഹജ്ജിൻ്റെ വാജിബാത്തുകളിൽപ്പെട്ടതാണ്, നിർബന്ധങ്ങളിൽപ്പെട്ടതാണ് കല്ലെറിയുക എന്ന് പറയുന്നത്. ജംറകളിൽ കല്ലെറിയുക എന്നത് ഹജ്ജിൻ്റെ നിർബന്ധ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അഥവാ ആരെങ്കിലും അത് നിർവഹിച്ചില്ലെങ്കിൽ അവരതിന് പ്രായശ്ചിത്തം ചെയ്യണം. അതിന് ഒരു ബലി അറുത്ത്, ഒരാടിനെ അറുത്ത് പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. ഇനി അഥവാ ആർക്കെങ്കിലും സ്വന്തമായി ശാരീരിക പ്രയാസങ്ങളുണ്ടെങ്കിൽ, രോഗമുണ്ടെങ്കിൽ, വാർദ്ധക്യം കൊണ്ട് പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ വേറൊരാളെ എറിയാൻ ഏൽപ്പിക്കാം. അങ്ങനെ ഒരു സൗകര്യം അതിനുണ്ട്. അങ്ങനെ എറിയുന്ന ആളുകൾ സ്വന്തത്തിന് വേണ്ടി എറിഞ്ഞതിന് ശേഷമാണ് ഏൽപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി എറിയേണ്ടത് എന്ന കാര്യം ശ്രദ്ധിച്ചാൽ മതിയാകും. ജംറയിൽ എറിയേണ്ടത് 70 കല്ലുകളല്ലേ? അതെ. ആദ്യത്തെ ദിവസം 7, പിന്നെ 21 വീതം 3 ദിവസവും എറിയണം. 12 കല്ലുകൾ എറിഞ്ഞു തീരുകയും മിനായിൽ നിന്നും പോകാൻ കഴിഞ്ഞെങ്കിലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ഈ ചോദ്യം ഉണ്ടാവുന്നത് ഈ കല്ല് പെറുക്കേണ്ടത് മുസ്തലിഫയിൽ വെച്ച് തന്നെയാണ് എന്ന വിചാരത്തിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനില്ല. മുസ്തലിഫയിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ 7 കല്ല് എടുക്കാം. എന്നിട്ട് 10-ാം തീയതി മാത്രം അതുകൊണ്ട് എറിയുന്നു. അടുത്ത ദിവസം എറിയേണ്ട കല്ലുകൾ നമുക്ക് മിനയിൽ നിന്നെടുക്കാം. ഇഷ്ടംപോലെ അവിടെ കല്ലുകൾ നമുക്ക് കിട്ടും. ഇനി അതല്ലെങ്കിൽ മുസ്തലിഫയിൽ വെച്ച് നമുക്ക് 70 കല്ലുകളും അവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ എടുക്കാം. ഇതൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുള്ള കാര്യങ്ങളാണ്.
അപ്പോൾ അവിടെ 12-ാം തീയതി ആകുമ്പോഴേക്ക് എടുത്ത കല്ല് മുഴുവൻ തീർന്നു പോയി, ഇനി കല്ല് കിട്ടാത്ത ഒരു പ്രശ്നം അങ്ങനെയൊന്നും അവിടെ ഇല്ല. അത് അവിടെ നിന്ന് നമുക്ക് ധാരാളം കല്ലുകൾ കിട്ടും. ചിലപ്പം വേറെ ആരെങ്കിലും നമുക്ക് പെറുക്കി തന്നത് തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ അതൊരു പ്രയാസമുള്ള ഒരു കാര്യമല്ല. നമുക്ക് തീർച്ചയായിട്ടും 12-നും 13-നും ഒക്കെ എറിഞ്ഞു വരാൻ മാത്രം ധാരാളം കല്ലുകൾ അവിടെ ഉണ്ട്. ഹജ്ജിന് ഇഹ്റാം ചെയ്ത ശേഷം സ്ത്രീക്ക് അശുദ്ധി ഉണ്ടാവുകയും ചെയ്താൽ ദുൽഹജ്ജ് 13-ന് ശേഷം തവാഫ് സഈ ചെയ്താൽ മതിയാകുമോ? തീർച്ചയായിട്ടും മതി. ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ 10-ാം തീയതി ചെയ്യാൻ കഴിയാത്തവർക്ക് 11-ന് ചെയ്യാം, അല്ലാത്തവർക്ക് 12-ന് ചെയ്യാം, അല്ലാത്തവർക്ക് 13-ന് ചെയ്യാം. അതിന് സാധ്യമല്ലാത്ത ആളുകൾക്ക് അതിന് ശേഷവും ചെയ്യാം. അതിൻ്റെ ഒരു വാലിഡിറ്റി നഷ്ടപ്പെടുന്ന ഒരു സമയപരിധി അതിനില്ല. പക്ഷേ സാധാരണ നിലയിൽ നമ്മൾ 10-ാം തീയതി തന്നെ തവാഫുൽ ഇഫാദയും സഈയും ചെയ്യുമെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ഏറൊക്കെ കഴിഞ്ഞ് മദീനയിൽ നിന്ന് വന്നിട്ടേ ഒരാൾക്ക് ചെയ്യാൻ കഴിയൂ എന്ന് വിചാരിക്കുക. എന്തെങ്കിലും പ്രയാസങ്ങൾ, ക്ഷീണം, ഒറ്റക്ക് ആയി പോവുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ അപൂർവം സംഭവമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ കർമ്മങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ആവേശമാണ് ഉണ്ടാവേണ്ടതും അങ്ങനെയാണ്. ഇനി ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ അശുദ്ധി ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശുദ്ധി ആയതിന് ശേഷം തവാഫുൽ ഇഫാദയും അതിനെ തുടർന്നുള്ള സഈയും നിർവഹിച്ചാൽ മതിയാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഹജ്ജിലായിരിക്കെ മാസ്ക് ധരിക്കാമോ? നേരത്തെ വിശദീകരിച്ചതിൽ നിന്ന് അത് മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ മാസ്ക് ധരിക്കാം ആവശ്യമുണ്ടെങ്കിൽ. ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഓൾറെഡി രോഗങ്ങളുണ്ട്, പനിയും ജലദോഷവും ഇതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ മാസ്ക് ധരിക്കാം. ഇനി ഒരാൾക്ക് അത് ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കും ആവാം. ഇനി ഒരാൾക്ക് അലർജി പ്രശ്നമുണ്ട്, പൊടി അടിച്ചാൽ അലർജി ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്, മാസ്ക് ധരിക്കാം, അതിന് വിലക്കൊന്നുമില്ല. ഇനി നിലവിൽ രോഗവും അലർജിയൊന്നും ഇല്ല, പക്ഷേ അങ്ങനെ അത്രയധികം ആളുകൾ കൂടുന്ന അവസ്ഥയിൽ ചിലപ്പോൾ സൗദി ഗവൺമെൻറ് തന്നെ പകർച്ചവ്യാധികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും മാസ്ക് ധരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നമുക്ക് മാസ്ക് ധരിക്കാം, അത് ഇഹ്റാമിനെ ബാധിക്കുകയില്ല. മുസ്ദലിഫയിൽ എത്താൻ സുബഹിയായിപ്പോയി, കുഴപ്പമുണ്ടോ? സുബഹിക്കാണ് മുസ്ദലിഫയിൽ എത്തിയത്. മുസ്ദലിഫയിൽ നിൽക്കേണ്ടുന്ന സമയം പിന്നെ സുബഹിക്ക് മുമ്പ് എത്തിയാൽ വാജിബ് കിട്ടി എന്നതാണ്. സുബഹി ആയാൽ കുഴപ്പമുണ്ടോയെന്ന് വെച്ചാൽ സുബഹി ആയിട്ടാണ് അവിടെ എത്തുന്നത് എങ്കിൽ നമുക്കൊരു വാജിബ് മിസ്സാവും. അപ്പോൾ ആ വാജിബ് മിസ്സായതിന് ബലികർമ്മം ചെയ്ത് എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം ചെയ്യണം. വാജിബുകൾ മിസ്സായാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യണം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സുബഹി ആയാൽ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് എന്നതിനനുസരിച്ച് കൂടി, അതിൻ്റെ സ്വഭാവം എന്താണ് എന്നതിനനുസരിച്ച് കൂടി ഇരിക്കും. വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ. നമ്മൾ മിക്കവാറും അതിൽ വല്ലാതെ ടെൻഷൻ അടിക്കേണ്ടതില്ല. സമയത്ത് മുസ്ദലിഫയിലേക്ക് എത്തൂലേ, പരമാവധി സംഭവിക്കുക നമ്മൾ ഒരു മഗ്രിബിന് തന്നെ മഗ്രിബ് ആയ ഉടനെ തന്നെ അറഫയിൽ നിന്ന് പുറപ്പെട്ടാലും ചിലപ്പോൾ മുസ്ദലിഫയിൽ എത്താൻ കുറച്ചധികം സമയമെടുത്തു, ഒരു രാത്രി അർദ്ധരാത്രിയൊക്കെ ആയി എന്ന് വരും. അതിനപ്പുറത്തേക്ക് സുബഹി വരെയൊക്കെ വൈകുക എന്ന് പറയുന്നത് വളരെ അപൂർവം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ വന്നതിന് ശേഷം. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് വല്ലാതെ ടെൻഷൻ എടുക്കേണ്ടതില്ല. സുബഹി ബാങ്കും കൊടുത്തതിന് ശേഷമേ ഒരാൾ മുസ്ദലിഫയുടെ പരിധിക്കകത്ത് എത്താൻ കഴിയുന്നുള്ളൂ എങ്കിൽ അയാൾക്ക് മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്ന് പറയുന്ന ഹജ്ജിൻ്റെ വാജിബുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടു. അതിന് പകരം അയാൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. അശുദ്ധിയിലായിരിക്കെ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു സ്ത്രീ ദുൽഹജ്ജ് 10-ന് ശുദ്ധിയായി. കുളിക്കുമ്പോൾ മുടി നഷ്ടപ്പെട്ടാൽ ഫിദിയ കൊടുക്കണോ? അപ്പോൾ അശുദ്ധിയുള്ള സ്ത്രീ ഇഹ്റാം ചെയ്തു പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ദുൽഹജ്ജ് 8-ന് ഹജ്ജിന് താമസ സ്ഥലത്ത് വെച്ച് ഇഹ്റാം ചെയ്തു. ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം അവർ ചെയ്തു. ദുൽഹജ്ജ് 10-നാണ് അവർ ശുദ്ധിയായത്. ശുദ്ധിയായി കഴിഞ്ഞ് അവർ
പിന്നെ കുളിക്കുമ്പോൾ മുടി നഷ്ടപ്പെട്ടാൽ അതിന് ഫിദിയ കൊടുക്കണമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൽ ശ്രദ്ധിക്കണമെന്ന കാര്യം, മുടി നഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു ശ്രദ്ധ വേണം. കാരണം അവർ ഇഹ്റാമിലാണ് ഉള്ളത്. അതേസമയം ഇതിലുള്ള വേറൊരു സാധ്യത എന്ന് പറയുന്നത്, ഈ സ്ത്രീ ദുൽഹജ്ജ് 10 എന്ത് ചെയ്താൽ മതി? ദുൽഹജ്ജ് 10 അവർ മുസ്ദലിഫയിൽ നിന്ന് വന്നിട്ട് മിനയിൽ വന്ന് നേരെ ജംറയിൽ പോവുക. ജംറയിൽ പോയിട്ട് കല്ലെറിയുക. ഒരു ജംറയിൽ കല്ലെറിയുക. എന്നിട്ട് വന്നിട്ട് മുടി മുറിച്ച് തഹല്ലുലാവുക. അതിനുശേഷം കുളിച്ചാൽ മതി. തവാഫ് ചെയ്യാൻ പോകാനാവുമ്പോഴേക്കിന് കുളിച്ചാൽ മതി. അപ്പോൾ ശ്രദ്ധിക്കുക, മുസ്ദലിഫയിൽ നിന്ന് വന്ന് ജംറയിൽ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്കും സ്ത്രീക്കും എന്ത് ചെയ്യാം? മുടി മുറിച്ച് ഒന്നാം തഹല്ലുലാവാം. അതോടുകൂടി പിന്നെ മുടി മുറിക്കുക, മുടി പോവുക, മുടി കൊഴിയുക എന്ന പ്രശ്നമൊക്കെ അവസാനിച്ചു. പിന്നെ മുടി പോണീന്നൊന്നും കുഴപ്പമില്ല. പിന്നെ ആകെ വിലക്കുള്ളത് ഭാര്യാഭർത്തൃ ബന്ധത്തിന് മാത്രമാണ് വിലക്കുള്ളത്. തവാഫുൽ ഇഫാദയും സഅയും കൂടി കഴിഞ്ഞാലേ അത് പാടുള്ളൂ എന്നതാണ്. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. ഇങ്ങനെയുള്ളൊരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി? ദുൽഹജ്ജ് 10 ശുദ്ധിയായ കുളിക്കുന്നതിന് മുമ്പ് അതന്നെ ആയിരിക്കും സൗകര്യവും. കാരണം കുളിക്കണമെങ്കിൽ നമുക്കൊന്നുകിൽ എന്ത് ചെയ്യണം? മിനയിലെ ടെൻറ്റിലെത്തണം. അതല്ലെങ്കിൽ മിനയിൽ നിന്ന് പുറത്തു പോയി നമ്മൾ പിന്നെ റൂമുകളിൽ എവിടെയെങ്കിലും എത്തണം. അതൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ മിനയിൽ വെച്ചായിരിക്കും നമുക്ക് കുളിക്കാൻ സൗകര്യം ഉണ്ടാവുക. അപ്പോൾ മുസ്ദലിഫയിൽ വരുന്ന ആൾ മിനയിലെത്തി നേരെ ജംറയിലേക്ക് പോവുക, കല്ലെറിയുക. വന്നതിന് ശേഷം ആദ്യം മുടി മുറിച്ച് ഇഹ്റാമിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കുക. പിന്നെ കുളിക്കുമ്പോൾ മുടി പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരാൾക്ക് സൗകര്യപ്പെട്ടില്ല, ഒരാൾക്ക് മുസ്ദലിഫയിൽ വന്ന് മിനയിൽ വന്ന് കുളിച്ചിട്ടേ അയാൾക്ക് ജംറയിലേക്ക് പോകാൻ സൗകര്യമുള്ളൂ എങ്കിൽ അയാൾ കുളിക്കുമ്പോൾ അറിയാതെ കൊഴിഞ്ഞു പോകുന്ന മുടികൾ കൊഴിഞ്ഞു പോകുന്നതിന് കുറ്റമില്ല. ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചിട്ടും നമുക്ക് മനുഷ്യസാധ്യമായ ശ്രദ്ധ നമ്മൾ ചെയ്തിട്ടും മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല, അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതില്ല. ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നുകൂടി അമർത്തി പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ചോദിച്ച ആൾ ചോദിച്ചല്ലോ അശുദ്ധിയായിരിക്കെയാണ് ഇഹ്റാം ചെയ്തത് എന്ന്, അല്ലേ? അപ്പോൾ അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അശുദ്ധി ആണെങ്കിലും ഇഹ്റാമിൽ പ്രവേശിക്കണം എന്ന് ഉള്ളൊരു സംഗതി ഉണ്ടല്ലോ. അത് ബാക്കി ആളുകൾ കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഉംറയ്ക്ക് വേണ്ടി മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ ഹൈലുകാരിയാണ്, അശുദ്ധിയുള്ള അവസ്ഥയിലാണ്. അപ്പോൾ എനിക്ക് അശുദ്ധിയാണല്ലോ, എനിക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിക്കുകയല്ല വേണ്ടത്. അവരെന്ത് ചെയ്യാണ് വേണ്ടത്? ഇഹ്റാമിൽ പ്രവേശിക്കുക തന്നെയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ മക്കത്തെത്തി എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ റൂമിൽ വെയിറ്റ് ചെയ്താൽ മതി. കാരണം തവാഫ് ചെയ്യണമെങ്കിൽ ശുദ്ധി വേണം. ശുദ്ധി ആവുന്നത് വരെ നമ്മൾ നിസ്കരിക്കാതെ അല്ലെങ്കിൽ തവാഫ് ചെയ്യാതെ വെയിറ്റ് ചെയ്ത് ശുദ്ധിയായതിന് ശേഷം തവാഫ് ചെയ്ത് ഉംറ മുന്നോട്ട് കൊണ്ടുപോകണം. ആ സമയത്ത് ഇഹ്റാമിലാണെന്ന ഒരു ബോധം, ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ കുളിക്കുമ്പോഴും മറ്റും ഒക്കെ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്കുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. ദുൽഹജ്ജ് 9 ലുഹർ അസർ നമസ്കാരങ്ങൾ ഖസ്റായി നമസ്കരിക്കുന്നതിന് നിയ്യത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മുസ്ദലിഫയിലും എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? അറഫയിലെ നമസ്കാരങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞാൽ, മിനയിലും അറഫയിലുള്ള നമസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നേരത്തെ ചിലപ്പോൾ അത് വന്നിട്ടുണ്ടാവും. മിനയിലായിരിക്കുമ്പോൾ നമ്മൾ ഖസ്റായി നമസ്കരിക്കുകയും ജമ്മാക്കാതെ നമസ്കരിക്കുകയുമാണ് ചെയ്യുക. എല്ലാ നമസ്കാരവും അതതിൻ്റെ സമയത്ത് 4 റക്അത്തുള്ള നമസ്കാരങ്ങളാണെങ്കിൽ 2 റക്അത്തായിട്ട് ചുരുക്കി നിസ്കരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ മിനയുള്ള നമസ്കാരങ്ങൾക്ക് ഇപ്പോൾ ളുഹർ നമസ്കാരമാണെങ്കിൽ ഫർളാക്കപ്പെട്ട ളുഹർ നമസ്കാരം 2 റക്അത്ത് ഖസ്റായി ഞാൻ നിർവഹിക്കുന്നു എന്ന് മനസ്സിലുണ്ടായാൽ മതി. ചൊല്ലലല്ല നിയ്യത്ത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് മനസ്സിൽ അങ്ങനെ ഖസ്റായിട്ട് 2 റക്അത്തായിട്ടാണ് നിസ്കരിക്കുന്നത് എന്ന് മനസ്സിൽ ഉണ്ടായാൽ മതി. അറഫയിലാകുമ്പോഴും അറഫയിൽ നമ്മൾ ളുഹറും അസറും ളുഹറിൻ്റെ നേരത്താണ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അസർ മുന്നിലേക്ക് ജമ്മാക്കിയിട്ടാണ് നമസ്കരിക്കുക. അപ്പോൾ ളുഹർ നമസ്കരിക്കുമ്പോൾ ളുഹർ നമസ്കാരം 2 റക്അത്തായി ഖസ്റായി നിസ്കരിക്കുന്നു എന്നതാണ് നമ്മുടെ നിയ്യത്തിൽ ഉണ്ടാകേണ്ടത്. അസർ അതിനുശേഷം ഇഖാമത്ത് കൊടുത്ത് അസർ നിസ്കരിക്കുമ്പോൾ അസർ നിസ്കാരം ജമ്മും ഖസ്റുമായി 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്തിൽ ഉണ്ടാകേണ്ടത്.
ഇനി മുസ്ദലിഫയിലെത്തിയാൽ നേരെ തിരിച്ച് എന്ന് പറഞ്ഞാൽ പിന്തിച്ചുള്ള ജമ്മാണ് നടക്കുക. എന്ന് പറഞ്ഞാൽ മഗ്രിബും എഷയും എഷായിൻ്റെ സമയത്താണ് നിസ്കരിക്കുക. അപ്പോൾ ആദ്യം മഗ്രിബ് നമസ്കാരം ജം ആക്കി 3 റക്അത്ത് നമസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് വേണ്ടത്. പിന്നീട് എഷ നിസ്കരിക്കുമ്പോൾ ഇഷാ നമസ്കാരം ജമ്മും കസുറുമായി 2 റക്അത്ത് നമസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് വേണ്ടത്. ഇനി നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് ചോദിച്ച ആൾ വല്ല കാരണവശാലും അറബിയിൽ എന്താണ് അതിൻ്റെ വാക്കുകൾ എന്നാണ് ഉദ്ദേശിച്ചത് എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നിയ്യത്ത് മനസ്സിൽ കരുതലാണ്. അത് എന്ത് ചെയ്യേണ്ടതില്ല. അത് നമ്മുടെ വാക്കാൽ പറയുന്ന ഇതിൽ പിന്നെ അങ്ങനെ വേണമെന്നില്ല. സാധാരണ നമ്മൾ പഠിച്ചു വെച്ച ഒരു നിയ്യത്ത് ഉണ്ടെങ്കിൽ അതിൽ പിന്നെ സാധാരണ നമ്മൾ നവൈത്തു ഫർദ സ്വലാത്ത ഫർദ ദുഹരി റക്അത്തൈനി എന്ന് പറയുന്നതിൻ്റെ കൂടെ ഖസ്റൻ എന്ന് ചേർക്കുക. ഖസ്ർ മാത്രമുള്ളിടത്ത് ഖസ്റൻ എന്ന് ചേർക്കുക. ജമ്മും ഖസ്റും ഉള്ളിടത്ത് ജംഅൻ വ ഖസ്റൻ എന്ന് ചേർക്കുക. അത്രേ ആവശ്യമുള്ളൂ. അറബിയിൽ വേണമെന്ന് നിർബന്ധം ഉള്ളവർക്ക് അത്രേ ആവശ്യമുള്ളൂ. നിയ്യത്ത് മനസ്സുകൊണ്ട് നടന്നാൽ മതി. നമസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെ സ്വാഭാവികമായി വരുന്ന നേരത്തെ ഇവിടെ ഇതിനു മുമ്പ് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം ഉള്ളത്, നമ്മളിങ്ങനെ മിനയിലും പിന്നെ അതേപോലെ തന്നെ അറഫയിലും മുസ്ദലിഫയിലും ഒക്കെ നമസ്കാരങ്ങൾ ജമ്മും ഖസ്റും ഒക്കെ ആയിട്ടാണ് നിസ്കരിക്കുന്നത്. ഫർള് നിസ്കാരം തന്നെ ചുരുക്കിയാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളുടെ വിധി എന്താണ് എന്നതൊരു ചോദ്യം സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവുന്ന, പിന്നെ പ്രത്യേകിച്ച് അവിടെ എത്തിയ ഹാജിമാർ വിളിച്ചു ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണ്. അപ്പോൾ പിന്നെ യാത്രക്കാരനെ പോലെ ഖസറാക്കി നിസ്കരിക്കുന്ന ഒരു സമയത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ല എന്ന് പറഞ്ഞാൽ, പൊതുവിൽ റവാത്തിബ് സുന്നത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിലായിരിക്കുകയും അറഫയിലായിരിക്കുകയും മുസ്ദലിഫിലായിരിക്കുകയും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, നിർവഹിച്ചിട്ടില്ല പൊതുവിൽ. അതേ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിലും ഒരു സന്ദർഭത്തിലും ഉപേക്ഷിക്കാത്ത ചില സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കുക. അത് കഴിയുമെങ്കിൽ അത് നമ്മളും ചെയ്യുക. അതല്ലാത്ത എല്ലാ റവാത്തിബ് സുന്നത്തുകളും നിർവഹിക്കേണ്ട, അത് നിർവഹിക്കാതിരിക്കുന്നതാണ് ഉത്തമം. അതേ സമയത്ത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിലും അത് ഒഴിവാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അപൂർവമായി അത് മിസ്സായി പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി ഫർള് നമസ്കരിച്ചതിന് ശേഷം അത് ഖളാ വീട്ടുക പോലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിനയിലായിരിക്കുകയും അറഫയിലായിരിക്കുകയും ഒരാൾക്ക് ഒക്കെ എന്ത് ചെയ്യാം, പിന്നെ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ളുഹാ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലും നിർവഹിച്ചതായിട്ട് തെളിവുകളുണ്ട്. അപ്പോൾ ളുഹാ നമസ്കാരം ഇതൊന്നും നിർബന്ധമല്ല. പക്ഷേ നമ്മൾ ഹജ്ജിൽ ആരാധനകൾ നിർവഹിക്കുന്ന ഒരു അവസ്ഥയിലാകുമ്പോൾ റസൂലിൻ്റെ മാതൃക പിൻപറ്റി നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ളുഹാ നമസ്കാരവും മിനയിലും അറഫയിലും ഒക്കെ നിർവഹിക്കാവുന്നതാണ്. അതേപോലെ തന്നെ രാത്രിയിൽ അവസാനമുള്ള വിത്ർ നമസ്കാരം അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാതെ നിർവഹിച്ചു. അപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഈ നമസ്കാരങ്ങളൊക്കെ നമുക്ക് മിനയിലാണെങ്കിലും അറഫയിലാണെങ്കിലും ജമ്മും ഖസറും ഒക്കെ ആക്കുന്ന ഫർള് നിസ്കാരങ്ങൾ ജമ്മും ഖസറും ഒക്കെ ആക്കുന്ന അവസ്ഥയിലും നിർവഹിക്കാവുന്നതാണ്. ബാക്കിയുള്ളതൊന്നും സുന്നത്ത് നമസ്കാരങ്ങളൊന്നും നിർവഹിക്കാതിരിക്കുന്നതാണ് റസൂലിൻ്റെ മാതൃക. അപ്പോൾ റസൂലിൻ്റെ സുന്നത്ത് പിൻപറ്റുക എന്ന ഒരു നിയ്യത്തിൽ നമ്മളും ആ നമസ്കാരങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രീതി. നമസ്കാരത്തെക്കുറിച്ച് ഒരു ചോദ്യം കൂടിയുണ്ട്. മക്കയിൽ എത്തി താമസ സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി സ്വന്തം നാട്ടിൽ താമസിക്കുന്നത് പോലെയാണല്ലോ നമസ്കരിക്കേണ്ടത്. അതല്ല ജമ്മും ഖസറും ആക്കാമോ? നമ്മൾ ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന ആൾ ജമ്മു ഖസറിൻ്റെയും നിയമം, ഒരു യാത്രക്കാരൻ എന്നുള്ള നിയമം ഒരാൾക്ക് എപ്പോൾ മുതലാണ് ഒഴിവാവുക എന്ന് ചോദിച്ചാൽ, ഒരാൾ ഒരു നാട്ടിലെത്തി അവിടെ അയാൾക്ക് നേരത്തെ തന്നെ അറിയാം ഇവിടെ ഒരു 4 ദിവസത്തേക്കാൾ കൂടുതൽ തങ്ങുമെന്ന്. അങ്ങനെ അറിയുന്നയാൾ ആ നാട്ടിൽ ചെന്നിറങ്ങിയത് മുതൽ അയാൾ യാത്രക്കാരനല്ലാതായി മാറി. അയാൾ നാട്ടുകാരനെ പോലെയാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ നമ്മളൊക്കെ പോകുമ്പോൾ മക്കയിൽ നമ്മളെത്തും, നമുക്ക് അറിയാം ഉംറ കഴിഞ്ഞിട്ട് നമ്മൾ ഹജ്ജിന് ഇഹ്റാം കെട്ടി പോകുന്നത് വരെ മക്കയിൽ താമസിക്കും. അത് മിക്കവാറും 4 ദിവസത്തിലധികം ഉണ്ടാകും.
അത് നമുക്ക് അറിയുന്നതായതുകൊണ്ട് നമ്മൾ മക്കയിൽ ചെന്നിറങ്ങുന്നതോടുകൂടി എന്തായി, നമ്മൾ യാത്രക്കാരൻ എന്ന സ്റ്റാറ്റസ് മാറുകയും നമ്മൾ അവിടുത്തെ താമസക്കാരൻ്റെ നിയമം ബാധകമാകുന്ന അവസ്ഥ വരികയും ചെയ്യും. അപ്പം നമ്മൾ പൂർത്തീകരിച്ചാണ് നിസ്കരിക്കേണ്ടത്. പ്രത്യേകിച്ചും മക്കയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പരമാവധി ഫർള് നമസ്കാരങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പോയി ജമാഅത്തിൽ പങ്കെടുത്ത് നിർവഹിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ, ക്ഷീണമുണ്ടെങ്കിലൊക്കെ അല്ലാതെ എന്ത് ചെയ്യരുത്, ശാരീരിക പ്രയാസമുള്ള ആളുകൾ ഒക്കെ ആണെങ്കിൽ മാത്രം റൂമിൽ വെച്ച് നിസ്കരിക്കുക എന്ന ഓപ്ഷൻ എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ നിസ്കരിക്കുക എന്നത് വെക്കണം. ഹറമിൽ പോകാൻ പറ്റുമെങ്കിൽ പരമാവധി ഫർള് നമസ്കാരങ്ങൾ ഹറമിലെത്തി നിർവഹിക്കുന്നതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. സ്വാഭാവികമായും ഹറമിലെത്തിയാൽ അവിടെ നമസ്കാരങ്ങൾ പൂർണ്ണമായിട്ടായിരിക്കും നിസ്കരിക്കുക. അപ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പൂർത്തീകരിച്ച് നിസ്കരിക്കുകയാണ് ചെയ്യുക. ജംറകളിൽ എറിയുന്നതിനുള്ള സമയം എപ്പോഴാണ് എന്നാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 10-ാം തീയതി രാവിലെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. 11, 12, 13 ഉച്ച മുതലാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാന കാര്യമായിരിക്കെ തന്നെ ഇന്ന് 25-30 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ഹജ്ജ് കർമ്മത്തിൽ മിക്കവാറും മുത്തവഫ് ഓരോ രാജ്യത്തു നിന്ന് വരുന്ന ആളുകൾക്ക് പ്രത്യേകമായ സമയം നിർദ്ദേശിക്കാറുണ്ട്. നിങ്ങൾ ഇത്ര മണിക്കാണ് ഇന്ന രാജ്യക്കാർ അറിയേണ്ടത് എന്നൊക്കെ. അപ്പോൾ അവിടെ ഉലമാക്കൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നന്നായി അന്വേഷിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ രാത്രിയും പകലിലെ ഏത് സമയത്തും എറിയാം എന്നാണ് ഫത്വ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഉച്ചയാവാൻ നിൽക്കുകയോ അല്ലെങ്കിൽ രാവിലെ എറിയാതിരിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. അവിടുത്തെ തിരക്ക് ഒഴിയുന്ന നിലക്കും കിട്ടുന്ന നിർദ്ദേശങ്ങൾ എന്താണോ ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും നമ്മുടെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അതിലെന്തെങ്കിലും ഒരു പോരായിക ഉണ്ടാകുമോ എന്ന് നമ്മൾ വിഷമിക്കേണ്ടതില്ല, ബേജാറാവേണ്ടതില്ല. അങ്ങനെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അലാഹി, ഖുർബാനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന്, ഈ മാംസം മക്കയ്ക്ക് പുറത്ത് വിതരണം ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? സൗദി അറേബ്യ ഇതിനുണ്ടാക്കിയിട്ടുള്ള സിസ്റ്റം എന്താണ്? ഇതിന് ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റം എന്താണ്? എന്ത് സംവിധാനമാണ്? അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ നേരത്തെ എഹ്റാമിൻ്റെ രീതി പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 3 രീതിയിൽ ഒരാൾ ഹജ്ജിന് പോകുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കാം. ഒന്ന്, മീഖാത്തിൽ വെച്ച് ഹജ്ജിന് ഇഹ്റാം ചെയ്തു പോകുന്നതാണ്. അപ്പോൾ അയാൾ ആ യാത്രയിൽ ഹജ്ജ് മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്ക് ആ ഹജ്ജിൻ്റെ ഭാഗമായി ബലി അറുക്കൽ സുന്നത്തായ കാര്യമാണ്, നിർബന്ധമില്ല. അതേ സമയത്ത് ഒരാൾ ഇവിടെ നിന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്താണ് പോകുന്നത് എങ്കിൽ അയാൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, അവിടെ എത്തി ഉംറ പൂർത്തീകരിച്ച് പിന്നീട് ഇഹ്റാമിൽ നിന്ന് ഒഴിവായി അവിടെ സാധാരണ ജീവിതം നയിച്ച് ഹജ്ജിൻ്റെ സമയത്ത് ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രവേശിച്ചു പോകും. അതിനാണ് തമത്തു ആയി ഹജ്ജ് ചെയ്യുക എന്ന് പറയാം. ചില ആളുകൾ ഇവിടുന്ന് മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഹജ്ജിനും ഉംറക്കും ഒന്നിച്ചുള്ള ഇഹ്റാമിലെയാണ് പ്രവേശിക്കുക. ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ വ ഉംറത്തൻ എന്ന് പറഞ്ഞിട്ട് പ്രവേശിക്കും. അങ്ങനെയുള്ള ആളുകൾ മക്കയിലെത്തി എന്ത് ചെയ്യും? തവാഫും സഅയും ചെയ്യും. പക്ഷേ ഇഹ്റാമിൽ നിന്ന് ഒഴിവാവുകയില്ല. അവർ ആ ഇഹ്റാമിൽ തന്നെ തുടർന്ന് ഹജ്ജിലേക്ക് പോവുകയാണ് ചെയ്യുക. അവർക്ക് എന്ത് ചെയ്യേണ്ടതില്ല? ദുൽഹജ്ജ് 8 പുതിയ ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടതില്ല. അവർ നേരെ മിനയിലേക്ക് പോയി ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനാണ് ഖിറാൻ എന്ന് പറയാം. ഉംറയും ഹജ്ജും ചേർത്ത് ചെയ്യുക. നമുക്ക് ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് അതൊക്കെ കൺഫ്യൂഷൻ ഒഴിവാക്കുക, അതൊക്കെ വിടുക. നമുക്ക് നല്ലത് തമത്തു ആണ് നല്ലതും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടൊക്കെ ചെയ്യാൻ പറഞ്ഞത് തമത്തു ആയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ
പിന്നെ രണ്ടാമത് പറഞ്ഞ രൂപത്തിലാണ് പോവുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഹജ്ജിൽ ബലി നിർബന്ധമാണ്. ഹജ്ജിൽ ബലി നിർബന്ധമാണ്. അപ്പോൾ ആ ബലി അറുക്കൽ ഹജ്ജ് ചെയ്യുന്ന ആൾക്ക് സ്വയം ചെയ്യാതെ മറ്റുള്ളവരെ ഏൽപ്പിക്കാവുന്ന രണ്ട് കർമ്മങ്ങളാണുള്ളത്. ഒന്ന് നേരത്തെ പറഞ്ഞതിൽ നിങ്ങൾ മനസ്സിലാക്കി, ജംറയിലുള്ള കല്ലേറ്. ഒരാൾക്ക് ആരോഗ്യം കൊണ്ട് സ്വയം എറിയാൻ കഴിയില്ലെങ്കിൽ അയാൾക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാം. ബാക്കിയുള്ള ഒരു കർമ്മവും വേറെ ആളെ ഏൽപ്പിക്കാൻ പറ്റില്ല. എനിക്ക് വലിയ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് തൊവാഫ് വേറൊരാളെ ചെയ്യാൻ ഏൽപ്പിച്ചാൽ ശരിയാവില്ല. സുഖമില്ലാത്ത ആളാണെങ്കിലും അയാളെ കൊണ്ട് അയാളെ ചുമന്ന് വേറെ ഒരാൾ തൊവാഫ് ചെയ്യിക്കുകയാണ് വേണ്ടത്. ആകെ വേറൊരാളെ ഏൽപ്പിക്കാവുന്നത്, ആരോഗ്യപരമായി കഴിവില്ലാത്തത് കൊണ്ട് വേറൊരാളെ ഏൽപ്പിക്കാവുന്നത് ജംറയിലെ കല്ലേറാണ് ഒന്ന്. രണ്ടാമത്തത്, സ്വയം അറുക്കാൻ കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരാൾക്ക് ബലി അറുക്കൽ എന്ത് ചെയ്യാം, വേറൊരാളെ ഏൽപ്പിക്കാം. അതുകൊണ്ട് ഹജ്ജിൽ പൊതുവിൽ സ്വീകരിക്കപ്പെടുന്ന രീതി മറ്റൊരാളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ സൗദിയിൽ ഗവൺമെൻറ് തന്നെ ചുമതലപ്പെടുത്തിയ അംഗീകൃത ഏജൻസികളെ അറവിനേൽപ്പിക്കുക എന്നതാണ് ചെയ്യുക. അപ്പം നമ്മളത് പൈസ കൊടുക്കുന്നതോടുകൂടി പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, അതിൻ്റെ ടെൻഷനില്ല. നമ്മൾ അതോടുകൂടി നമ്മുടെ ബാധ്യത തീർന്നു. ഈവൻ ദുൽഹജ്ജ് 10 അന്ന് നമ്മൾ ബലി അറുക്കുന്നതായി നിയ്യത്ത് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. അത് നമ്മളെ ഏൽപ്പിച്ച ആളുകൾ നിയ്യത്തിൽ, നമുക്ക് വേണ്ടിയുള്ള നിയ്യത്തിൽ അവരത് ബലി അറുക്കും എന്നതാണ്. ആ ബലി അറുത്ത മാംസം, ആ ബലി അറുക്കുന്നത് നിർബന്ധമായിട്ടും മക്കയിൽ വെച്ച് തന്നെ ആവണം. അതിൻ്റെ മാംസം മക്കയിലുള്ള പാവപ്പെട്ടവർക്ക് തന്നെ വിതരണം ചെയ്യണം എന്നതാണ് നിയമം. പിന്നെയുള്ളത്, മക്കയിൽ മാംസം അധികമായാൽ പിന്നീട് ആ മാംസം കേടുവരുത്തി കളയുകയല്ല ചെയ്യേണ്ടത്, അത് പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാവുന്നതാണ്. ആ പണി ആര് ചെയ്യും? അതിനൊന്നും നമ്മൾ ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വത്തിലാണ്, സൗദി ഹജ്ജ് മന്ത്രാലയത്തിൻ്റെ ഉത്തരവാദിത്വം. അവരത് ചെയ്തുകൊള്ളും. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല. ഇനിയുള്ളൊരു വിഷയം, ഈ അലാഹി, ഖുർബാനി, ഹദി ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസമാണ്. ആകെ ഈ പറഞ്ഞ ഒരൊറ്റ ബലി മാത്രമേ ഹജ്ജിൽ നമുക്ക് നിർബന്ധമുള്ളൂ. ഒറ്റ അറവ് മാത്രമേ നിർബന്ധമുള്ളൂ. അത് നമ്മൾ തമത്തു ആയി ഹജ്ജ് ചെയ്യാൻ നമുക്ക് സൗകര്യം കിട്ടിയതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ബലി അറുക്കുന്നത്, നിർബന്ധമായ ബലി. അത് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഗവൺമെൻറ് വഴിയൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകളിൽ നിന്ന് ഇതിൻ്റെ ക്യാഷ് വാങ്ങുമ്പോൾ നമ്മുടെ ഫോമിൽ നമ്മൾ അലാഹി എന്നാണ് ടിക്ക് ചെയ്യേണ്ടി വരിക. അലാഹി എന്ന് പറഞ്ഞാൽ ഉലുഹിയത്തിൻ്റെ ബഹുവചനമാണ് അറബി ഭാഷയിൽ അലാഹി. ഉലുഹിയത്ത് എന്നാണ് അവരതിന് പേര് ടിക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷേ അത് നമ്മുടെ ഹജ്ജിലുള്ള ബലിയാണ്. അതല്ലാതെ അത് ഉലുഹിയത്തല്ല. ഉലുഹിയത്ത് എന്നാണ് ടിക്ക് ചെയ്തത്. നമ്മുടെ നീയത്തിൽ അത് നമ്മൾ തമത്വമായി ഹജ്ജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായുള്ള ബലിയാണ് എന്ന് നമ്മുടെ നീയത്തിൽ ഈ പൈസ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടായാൽ മതി. പൈസ ഏൽപ്പിക്കുമ്പോൾ ഇനി നമ്മൾ നീയത്ത് തെറ്റിയാൽ തന്നെ ദുൽഹജ്ജ് 10 മുമ്പ് നമ്മൾ ആ നീയത്ത് ശരിയാക്കിയാൽ മതി. മനസ്സിലായോ? കാരണം ഇതുള്ളത് കൊണ്ട് ചിലരെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ട് എന്തെന്ന്, ഉലുഹിയത്തിനുള്ള പൈസ കൊടുത്തു, ഹജ്ജിൽ ഉലുഹിയത്ത് നിർബന്ധമാണ്, ഇനി ബലിക്കുള്ള പൈസ എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു ഉലുഹിയത്തും ഒരു ബലി വേറെയും ഹജ്ജിലില്ല. ഉലുഹിയത്ത് എന്ന് പറയുന്നത് ഹാജിമാർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും സുന്നത്താക്കപ്പെട്ട കർമ്മം മാത്രമാണ്, നിർബന്ധമുള്ള കർമ്മം അല്ല. സുന്നത്തിൽ തന്നെ വളരെ പ്രബലമായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഉലുഹിയത്ത് അറുക്കാൻ കഴിയുന്നയാൾ അത് അറുത്തിട്ടില്ലെങ്കിൽ അയാൾ നമ്മുടെ ഈദ് മുസല്ലയിലേക്ക് വരണ്ട എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു ഗൗരവത്തിന്. എന്നാലും അത് വാജിബല്ല, അത് സുന്നത്തായതാണ്. അത് ഹാജിമാർക്കും ഹാജിമാരല്ലാത്തവർക്കും ഒരുപോലെ അങ്ങനെ തന്നെയാണ്. ഇനി ഒരു ഹാജി എല്ലാ വർഷവും ഉലുഹിയത്ത് അറുക്കുന്ന ആളാണ്, ഈ വർഷം ഹജ്ജിന് പോവുകയാണ്, അയാൾക്ക് ഉലുഹിയത്ത് അറുക്കണം എന്നുണ്ടെങ്കിൽ അയാൾ ഇവിടെ ഉലുഹിയത്ത് അറുക്കാൻ ഏൽപ്പിച്ചു പോയാൽ മതി. ഉലുഹിയത്ത് അയാൾ എന്ത് ചെയ്യണ്ട, അവിടെ അറുക്കണ്ട. ഉലുഹിയത്ത് ആണെങ്കിൽ ഇവിടെ അറുത്താൽ മതി. അതേ സമയത്ത് ഹജ്ജിലുള്ള നിർബന്ധമായ ബലി അത് അയാൾ അവിടെ ക്യാഷ് കൊടുത്ത് അവിടെ തന്നെ അർപ്പിക്കണം. അത് പകരം എന്ത് പറ്റൂല, അവിടെ നിന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് ഹജ്ജിലൊരു ബലി അറുക്കാണ്ട്, അത് നിങ്ങൾ അവിടെ അറുത്ത് കൈകാര്യം ചെയ്തോളിട്ടോ എന്ന് പറഞ്ഞാൽ അത് കൊണ്ട് ബലി നിർവഹിക്കപ്പെടുകയില്ല. പിന്നെ ഖുർബാനി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഉറുദു പേരാണ് എന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഖുർആനിൽ അതിന് ഉപയോഗിച്ചിട്ടുള്ള പദം അൽ ഹദിയ് എന്നാണ്, അഥവാ ബലി എന്ന അർത്ഥത്തിൽ അൽ ഹദിയ് എന്ന പ്രയോഗമാണ്. ഉലഹിയത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കർമ്മമാണ്. അത് ഹജ്ജുമായി ബന്ധമുള്ള കർമ്മമല്ല, അത് നിർബന്ധ കർമ്മവുമല്ല.
സഈൻ്റെ സമയത്ത് ഇഹ്റാം വസ്ത്രം തവാഫിലെ രീതിയിൽ തന്നെയാണോ ഉണ്ടാവുക? സഈൻ്റെ സമയത്ത് ഇഹ്റാം വസ്ത്രം തവാഫിൽ ധരിച്ചതുപോലെ തന്നെയാണോ ധരിക്കേണ്ടത്? തവാഫിലെ പുരുഷന്മാരുടെ കാര്യമാണ് ഇപ്പോൾ ഈ ചോദിക്കുന്നത്. അപ്പോൾ തവാഫിലെ വസ്ത്രധാരണത്തിൻ്റെ രീതിയിൽ തവാഫിലെ ആദ്യത്തെ 3 റൗണ്ടുകളിൽ മാത്രമാണ് ഇൽത്തിബാഇ രീതിയിൽ ഈ നമ്മുടെ ഡ്രസ്സ് ധരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ വലത്തെ ചുമൽ പുറത്ത് കാണുന്ന വിധത്തിൽ ധരിക്കേണ്ടത് തവാഫിലെ ആദ്യത്തെ 3 റൗണ്ടിൽ മാത്രമാണ്. അത് കഴിഞ്ഞാൽ ഫുള്ള് മറക്കുന്നതാണ് സുന്നത്ത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ചിലരെന്ത് ചെയ്യും, അത് മറന്നുപോകും. മറന്നു കരുതി കുഴപ്പമൊന്നുമില്ല. സഅയിൽ അതുകൊണ്ട് തന്നെ സാധാരണ ധരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ തുണി ഉടുക്കുന്ന രീതിയിൽ ഒരു വ്യത്യാസവും ഇല്ല ഒരു സമയത്തും. പിന്നെ ഈ പുതക്കുന്ന ഷാളിൻ്റെ കാര്യത്തിൽ മാത്രമുള്ളൊരു വ്യത്യാസമാണ്. അത് തവാഫിലെ ആദ്യത്തെ 3 റൗണ്ടുകളിൽ വലത്തെ ചുമൽ പുറത്ത് കാണുന്ന വിധത്തിൽ ധരിക്കുന്നത് സുന്നത്തുള്ള കാര്യമാണ്. ഒരാളത് മറന്നുപോയി എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല, അതിൽ ടെൻഷൻ അടിക്കേണ്ടെന്ന കാര്യമല്ല. അത് തന്നെ 3 റൗണ്ടിലേ സുന്നത്തുള്ളൂ. 3 റൗണ്ട് കഴിഞ്ഞാൽ അയാൾ പുതച്ച ഇഹ്റാം തുണി സാധാരണ പോലെ മൊത്തത്തിൽ വലത്തെ ചുമലടക്കം മൂടുന്ന രൂപത്തിൽ ധരിക്കാവുന്നതാണ്. അങ്ങനെ ധരിക്കാൻ മറന്നുപോയി എന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ധരിക്കാൻ മറന്ന് അയാൾ സഅയിലും അങ്ങനെ തന്നെയായി എന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേ സമയത്ത് സഅയിൽ ഇഹ്റാം ഡ്രസ്സ് സാധാരണ പോലെയാണ് ധരിക്കേണ്ടത്. അതിന് പ്രത്യേകമായ രീതി ഇല്ല. ചെരുപ്പിൽ തയ്യൽ, സ്റ്റീൽ ബക്കിൾ പോലെയുള്ളവ ഉണ്ടാകുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ചെരുപ്പിൽ തയ്യൽ, സ്റ്റീൽ ബക്കിൾ പോലെയുള്ളവ ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടോ? ചെരുപ്പിൽ സ്റ്റിച്ച് ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല. ചെരുപ്പിൽ ആകെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ കാല് മുഴുവൻ, മുൻഭാഗവും പിറകുഭാഗവും മുഴുവൻ മൂടുന്ന രീതിയിലുള്ള ചെരുപ്പാവരുത് പുരുഷന്മാർ ധരിക്കുന്നത് എന്നേ ഉള്ളൂ. അതല്ലാതെ അതിൽ വല്ല സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ വല്ല കൊളുത്തോ ഒന്നും വരുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇഹ്റാമിൻ്റെ വസ്ത്രം അഴിക്കുകയും മുടി മുറിക്കാൻ മറക്കുകയും ചെയ്തു, എന്നാൽ എന്ത് ചെയ്യണം? അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണത്. ഇപ്പോൾ ദുൽഹജ്ജ് 10-ന് നമ്മൾ ജംറയിൽ കല്ലെറിഞ്ഞു. അതിനുശേഷം മുടി മുറിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അയാൾ ഇഹ്റാമിൽ നിന്ന് 1-ാം തഹല്ലുലാവുള്ളൂ. അപ്പോഴേ അയാൾക്ക് ഇഹ്റാമിൽ വിലക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുവാദം ഉണ്ടാവുള്ളൂ. അപ്പോൾ മുടി മുറിക്കാതെ അയാൾക്ക് ഇഹ്റാം ഡ്രസ്സ് മാറ്റാൻ അനുവാദമില്ല. അങ്ങനെ വല്ല കാരണവശാലും ചെയ്താൽ അയാൾ ഇഹ്റാമിൽ വിലക്കപ്പെട്ട ഒരു കാര്യം ചെയ്തതായിട്ട് വരും. അതിന് ഫിദിയ കൊടുക്കണം. ആ ഫിദിയ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒന്നുകിൽ 3 ദിവസത്തെ നോമ്പ്, അല്ലെങ്കിൽ 6 പാവപ്പെട്ടവർക്ക് ഭക്ഷണം, അല്ലെങ്കിൽ ഒരു ആടിനെ ബലിയർക്കുക. ഇതിൽ ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജംറയിൽ കല്ലേറ് കഴിഞ്ഞല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യരുത്, നേരെ മിനയിൽ ടെൻറ്റിൽ വന്നിട്ട് ഇഹ്റാം ഡ്രസ്സൊക്കെ ഊരിയിട്ട് പിന്നെ സാധാരണ, കാരണം ഹജ്ജ് ക്ലാസ് കേട്ടിട്ടുണ്ട് എന്ത്, ജംറയിൽ കല്ലേറ് കഴിഞ്ഞാൽ പിന്നെ തവാഫിന് പോകുമ്പോൾ സാധാരണ ഡ്രസ്സിൽ പോകാം, ഇഹ്റാം തുണി ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് കരുതിയിട്ട് അത് ചെയ്യരുത്. അയാൾക്ക് ഇഹ്റാം തുണി ഒഴിവാക്കാൻ അനുവാദമുള്ളത് മുടി മുറിച്ചാൽ മാത്രമാണ്. മുടി മുറിക്കുക എന്ന് പറയുന്നത് ഹജ്ജിൻ്റെ റുക്കുനുകളിൽപ്പെട്ടൊരു റുക്കുനാണ്. അത് ചെയ്താൽ മാത്രമേ അയാൾ തഹല്ലുലാവുകയുള്ളൂ. മുടി മുറിക്കുന്നതിന് മുമ്പ് ഇഹ്റാം ഡ്രസ്സ് മാറ്റിയാൽ അയാൾ പ്രായശ്ചിത്തം ചെയ്യണം. ധാരാളം ചോദ്യങ്ങളുണ്ട്. നമ്മുടെ സമയം അനുവദിച്ചതിനേക്കാൾ അവസാനിക്കുകയാണ്. ഈ ഒരു ചോദ്യത്തോടു കൂടി നമ്മുടെ ഈ സെഷൻ അവസാനിക്കും. അത് കഴിഞ്ഞാൽ ബഹുമാന്യനായ VT അബ്ദുള്ള കോയ തങ്ങൾ സമാപനം നിർവഹിക്കുന്നതോടെ നമ്മുടെ പരിപാടി അവസാനിക്കും. അവസാന ചോദ്യം. ധാരാളം ചോദ്യങ്ങൾ ബാക്കിയുണ്ട്, മറ്റുള്ളവർ ക്ഷമിക്കുക. നേർക്കുനേരെ ഹജ്ജുമായി ബന്ധമുള്ളതും നമ്മുടെ സംശയങ്ങൾ നിവർത്തിക്കപ്പെടേണ്ടതുമായതൊക്കെ പരമാവധി പരിഗണിച്ചിട്ടുണ്ട്. ഹജ്ജിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കിട്ടിയ അറിവ്, ആദ്യം ആഗമന തവാഫുൽ ഖുദൂം ചെയ്തതിന് ശേഷം സഈ ചെയ്യും. ഹജ്ജിൻ്റെ ബാക്കി കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഹജ്ജിൻ്റെ തവാഫ് ചെയ്യുന്നത് എന്ന് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാമോ? ഇത് ഇഹ്റാമിൻ്റെ രീതികളിൽ നമ്മൾ പറഞ്ഞ ഖിറാൻ രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്ക് ചെയ്യാവുന്ന രീതിയാണ്, അവർക്ക് മാത്രം.
അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്ന് പറഞ്ഞാൽ മീഖാത്തിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് എയർപോർട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വെച്ചോ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ വ ഉംറത്തൻ എന്ന് പറഞ്ഞ് ഹജ്ജിനും ഉംറക്കും വേണ്ടി കൂടിയാണ്. അവിടെ ചെന്നിട്ട് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാൻ ഉദ്ദേശിക്കുന്നില്ല. മീഖാത്തിൽ വെച്ച് ചെയ്ത ഇഹ്റാമിൽ തുടർന്ന് ഹജ്ജ് കംപ്ലീറ്റ് ചെയ്യാനാണ് അയാളുടെ ഉദ്ദേശം. അങ്ങനെ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് ആരുണ്ട്? അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ആവശ്യമില്ലാത്ത ഇടങ്ങേറ് ഉണ്ടാക്കേണ്ടുന്ന കാര്യമില്ല. തമത്വ ആയി ചെയ്യുന്ന ആളുകൾക്ക് ഈ രീതിയല്ല. തമത്വ ആയി ചെയ്യുന്ന ആളുകൾക്ക് അവർ ഇവിടുന്ന് ഉംറക്ക് ഇഹ്റാമിൽ പ്രവേശിച്ച് പോയി ഉംറ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ആ ഓർഡർ തന്നെ ചെയ്യണം. അയാൾ ആദ്യം ചെയ്യുന്നത് ഉംറയാണ്. ഉംറയുടെ റുക്കുനുകൾ ഇഹ്റാമിൽ പ്രവേശിക്കണം, തവാഫ് ചെയ്യണം, സഅയ് ചെയ്യണം, മുടി മുറിക്കണം. ഇതോടുകൂടി അയാളുടെ ഉംറ കഴിഞ്ഞു. ആ ഇഹ്റാമിൽ നിന്ന് അയാൾ ഒഴിവാവുകയും ചെയ്തു. പിന്നെ അയാൾ ഹജ്ജിനുള്ള ഇഹ്റാമിൽ പ്രവേശിക്കും. ദുൽഹജ്ജ് 8 അയാൾ ഇഹ്റാമിൽ പ്രവേശിക്കും, മിനയിൽ പോകും. പിറ്റേ ദിവസം അയാൾ അറഫയിൽ നിൽക്കും. അന്ന് രാത്രി അയാൾ മുസ്ദലിഫയിൽ രാപ്പാർക്കും. രാവിലെ അയാൾ ദുൽഹജ്ജ് 10 മിനയിൽ വരും, ജംറയിൽ കല്ലെറിയും. അവിടെ നിന്ന് അയാൾ മുടി മുറിച്ച് തഹല്ലുലാവും. അയാൾ പിന്നീട് പോയി തവാഫുൽ ഇഫാദ ചെയ്യും, സഅയ് ചെയ്യും. പിന്നീട് അയാൾ മിനയിൽ 3 ദിവസം രാപ്പാർക്കും. ഇങ്ങനെ അയാളുടെ ഹജ്ജ് പൂർത്തീകരിക്കും. അതേ സമയത്ത് ഖിറാനായി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന രീതിയാണ് ഇതിൽ പറഞ്ഞത്. അവർക്ക് ഇവിടുന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചു പോയതിന് ശേഷം അത് ഹജ്ജിന് മാത്രമായിട്ട് ചെയ്യുന്നവരും ആദ്യമായിട്ട് അവർ അവിടെ ചെന്നിട്ട് ചെയ്യുന്ന തവാഫ് എന്ന് പറയുന്നത് മക്കയിൽ വന്നതിൻ്റെ ഭാഗമായി ആദ്യമായി കഅബയെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള തവാഫാണ്. അതുകൊണ്ടാണ് അതിന് തവാഫുൽ ഖുദൂം എന്ന് പേര് വരുന്നത്. അതിൻ്റെ കൂടെ അവർ സഅയും കൂടി ചെയ്താൽ അവരുടെ ഹജ്ജിൻ്റെ സഅയിന് പകരമായിട്ട് അത് പരിഗണിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകൾ പിന്നീട് എന്ത് ചെയ്യുക? അവർ വരും, തവാഫ് ചെയ്യും, സഅയ് ചെയ്യും. പക്ഷേ ഇഹ്റാമിൽ നിന്ന് ഒഴിവാവുകയില്ല. ദുൽഹജ്ജ് 8 അവർ നേരെ മിനയിലേക്ക് പോകും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യും. ദുൽഹജ്ജ് 10 അന്ന് അവർ ജംറയിൽ കല്ലെറിയും, വന്ന് ഹജ്ജിൻ്റെ തവാഫ് ചെയ്യും. സഅയ് നേരത്തെ ചെയ്തതുകൊണ്ട് അവർക്ക് സഅയ് ചെയ്യേണ്ടതില്ല, ബാക്കി കർമ്മങ്ങൾ പൂർത്തീകരിക്കും. അപ്പോൾ പൊതുവിൽ ഖിറാൻ ചെയ്യുന്ന രീതി നമ്മുടെ ആളുകൾ സ്വീകരിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വല്ലാതെ അത് ക്ലാസ്സിൽ ഈ വ്യത്യസ്ത രീതികൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതായിരിക്കും. ഒരു ചെറിയ അന്വേഷണം കൂടി. മക്കയിൽ എത്തി താമസം തുടങ്ങിയാൽ ജമ്മും കസറും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ മിനയിലും അറഫയിലും എങ്ങനെയാണ് ജമ്മും കസറും ബാധകമാവുക? മിനയിലെയും അറഫയിലെയും ജമ്മും കസറും ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചതാണ്. അത് യാത്രക്കാരൻ്റെ ഹുക്കുമ് പരിഗണിച്ചുകൊണ്ടല്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹജ്ജ് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നാണ് വന്നത്. മദീനയിൽ നിന്ന് വരുമ്പോഴുള്ള മീഖാത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിലുള്ള മറ്റ് എല്ലാ മീഖാത്തുകളെക്കാളും മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഏറ്റവും ദൂരമുള്ള മീഖാത്താണ് ദുൽഹുലൈഫ എന്ന് പറയുന്ന മദീനയിൽ നിന്ന് വരുമ്പോഴുള്ള മീഖാത്ത്. ആ മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 സ്വഹാബികളോടൊപ്പം മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വന്നത്. അങ്ങനെ ഇവിടെ വന്ന് റസൂൽ ബലിയുമായിട്ടാണ് വന്നത് എന്നതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാൻ രൂപത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തത്. നബി ചെയ്ത ഹജ്ജ് ഖിറാനായിട്ടാണ് ചെയ്തത്. അതേ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ബലിയുമായിട്ട് വന്നതുകൊണ്ടാണ്, എനിക്ക് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഞാൻ തമത്വമായി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് സഹാബികളോടൊക്കെ തമത്വമായിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വന്നു, മക്കയിലെത്തി. മക്കയിൽ ഹജ്ജിന് മുമ്പ് 4-5 ദിവസത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങിയിട്ടുണ്ട്. 4-5 ദിവസത്തോളം മക്കയിൽ തങ്ങിയതിന് ശേഷമാണ് ദുൽഹജ്ജ് 8 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിലേക്ക് പോയത്. എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ്റെ ഹുക്കുമ് അവിടെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ ജമ്മാക്കാതെ ഖസ്റാക്കിയിട്ടാണ് നിസ്കരിച്ചത്. യാത്രക്കാരൻ്റെ ഹുക്കുമാണ് ബാധകമെങ്കിൽ മിനയിലും ജമ്മും ഖസ്റാക്കി നിസ്കരിക്കണം. മിനയിൽ പക്ഷേ ദുൽഹജ്ജ് 8 നബി എന്ത് ചെയ്തിട്ടില്ല? ജമ്മാക്കിയിട്ടില്ല, ഖസ്റാക്കുക മാത്രമാണ് ചെയ്തത്. പിറ്റേന്ന് അറഫയിൽ ളുഹറും അസറും ജമ്മും ഖസ്റും ആക്കി നിസ്കരിച്ചു.
മഗ്രിബും എശയും ജമ്മാക്കുക കൂടി ചെയ്തു. അപ്പോൾ യാത്രക്കാരൻ്റെ ഹുക്കുമാണെങ്കിൽ മിനയിലും ജമ്മാക്കുമായിരുന്നു. മറിച്ച് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹജ്ജിൽ അങ്ങനെയാണ്. ഈവൻ മക്കക്കാരായ ആളുകളോട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വിളിച്ചിട്ട്, ഞങ്ങൾ മദീനത്ത് വന്നതുകൊണ്ടാട്ടോ അങ്ങനെ കസറാക്കിയൊക്കെ നിസ്കരിക്കുന്നത്, നിങ്ങൾ അതിന് നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ്. അപ്പോൾ മിനയിലും അറഫയിലും നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം ഹജ്ജിൻ്റെ ഭാഗമായി റസൂൽ അങ്ങനെയാണ് നിസ്കരിച്ച് മാതൃക കാണിച്ചത് എന്നതുകൊണ്ടാണ്. അവിടെ നമ്മൾ യാത്രക്കാരനാണോ യാത്രക്കാരനല്ലാത്ത നമുക്ക് അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. റസൂലിൻ്റെ സുന്നത്ത് മിനയിൽ ജംആക്കാതെ ഖസ്റാക്കി നിസ്കരിക്കുക എന്നതാണ്. നമ്മൾ അതിനെ പിൻപറ്റുന്നു. അറഫയിൽ ജമ്മും ഖസ്റുമായി നിസ്കരിക്കുക എന്നതാണ് റസൂലിൻ്റെ മാതൃക. നമ്മൾ റസൂലിനെ ഇത്തിബാ ചെയ്യുന്നു. മുസ്ദലിഫയിൽ ജമ്മും ഖസ്റുമായി നിസ്കരിക്കുക എന്നതാണ് റസൂൽ ഹജ്ജിൽ കാണിച്ച മാതൃക. ഇതിങ്ങനെയൊക്കെ കാണിച്ചു തന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഖുദൂ അന്നീ മനാസിക്കക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക. അവിടെ നമ്മൾ വേറെ ഇജ്തിഹാദിന് പോണ്ട. റസൂല് ഇങ്ങനെയാണ് മാതൃക കാണിച്ചത് എന്ന് ഉറപ്പുള്ള കാര്യം നമ്മൾ അങ്ങനെ റസൂല് മാതൃക കാണിച്ചതുപോലെ ഞാൻ ചെയ്യുകയാണ് എന്ന് ഉദ്ദേശിച്ച് അങ്ങനെ ചെയ്താൽ മതി. അതിനപ്പുറത്ത് ഞാൻ യാത്രക്കാരനാണോ അല്ലേ, അപ്പം എനിക്കത് പറ്റുമോ എന്ന ഗവേഷണത്തിനൊന്നും അതിൽ നിൽക്കേണ്ടതില്ല. ഫോൺ നമ്പർ ചോദിച്ചിരുന്നു, ഒന്ന് പറയാം. ഫോൺ നമ്പർ ആരൊക്കെ അന്വേഷിച്ചെന്ന് പറഞ്ഞു സലാദ്. 98 95 0. ഒന്നുകൂടി പറയാം. 98 95 0 59 380. 98 95 0 59 380. വാട്സപ്പ് അയച്ചാൽ മതി, അതാണ് സൗകര്യം. ഇൻഷാ അല്ലാഹ്. ഇനി അതിൽ കോണ്ടാക്ട് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു നമ്പർ കൂടി ഉള്ളത് 9061 233 723 9061 233 723.